സ്തുതിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കുമാറാണ്. ആരും ഉദാസീനരായിരിക്കാതെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ തിരുസന്നിധാനത്തിലേക്ക് എല്ലാം താഴ്ത്തി ഏൽപ്പിക്കുന്നു. കടന്നു വരുവാനായി ആഗ്രഹിക്കുന്നവർ തക്ക സമയത്ത് ജോയിൻ ചെയ്യുവാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ വന്ദനം ചൊല്ലുന്നു. നമ്മൾക്ക് വീണ്ടും ഒരിക്കൽ കൂടെ ഈ സൂം പ്ലാറ്റ്ഫോം വഴിയായി ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കിയ വലിയ അവസരത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് അല്പസമയം പാട്ടുകളെ പാടി ദൈവത്തെ ആരാധിക്കാം. ബ്രദർ ബെന്നിയും കുടുംബവും നമ്മളോടുകൂടി ആയിരിക്കുന്നു. അവർ പാട്ടുകളെ പാടുമ്പോൾ അറിയാവുന്ന പാട്ടുകളാണ് ആണെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്ത് അവരോട് കൂടെ ചേർന്ന് നമ്മൾക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ബ്രദർ ബെന്നി ആൻഡ് ഫാമിലി. ദൈവനാമം പൂർണ്ണമായി മഹത്വപ്പെടട്ടെ. എഡിസൺ ക്രിസ്ത്യൻ ഫെലോഷിപ്പിൻ്റെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിസ്തുല്യ സ്നേഹവന്ദനങ്ങളെ നിങ്ങൾ അറിയിക്കുകയാണ്. ദൈവം എല്ലാവരെയും ഇന്ന് അനുഗ്രഹിക്കട്ടെ. അവരവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് കർത്താവ് സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന രാത്രിയായി പകലായി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ചേർന്ന് വരാം ദൈവമക്കളെ. ഹല്ലേലൂയ. അവിടുന്ന് കർത്താവ് ഹല്ലേലൂയ സ്തുതികളിന്മേൽ വസിക്കുന്നവൻ, ആരാധ്യനായ ദൈവം. ഹല്ലേലൂയ. ത്രിത്വത്തിൽ വസിക്കുന്ന നമ്മുടെ കർത്താവ് സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് നമ്മളിലേക്ക് ഇറങ്ങി വന്നെന്ന് എന്തിനാണ്? നമുക്ക് വേണ്ടി നീതിയായി തീരുവാൻ, നമുക്ക് ഓരോരുത്തർക്കും ബലം തരുവാൻ, നമ്മെ ആശ്വസിപ്പിച്ച് നിത്യതയിലേക്ക് ഈ ഭൂമിയിൽ വഴി നടത്തുവാൻ ബലമുള്ള കർത്താവ്, കൃപ തരുന്ന കർത്താവ്. ഓ, ആ കർത്താവിൻ്റെ ആഴമായ സ്നേഹത്തെ നമുക്ക് ചേർന്ന് പൂർണ്ണ ഹൃദയത്തോടെ ശക്തിയോടെ നമുക്ക് ആ കർത്താവിനെ കൃപയുടെ പാറയെ ഉയർത്താൻ ദൈവമക്കളെ. ഹല്ലേലൂയ. ആത്മബലം നമുക്ക് പ്രാപിക്കാം. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ.
താണുപോകാതെ ഹാലലി കരം പിടിച്ച് ഉയർത്തിയ ദൈവം, ഹാലലിയ, അവിടുത്തെ മഹാദയ, അത് അവിടുത്തെ മഹാകരുതൽ മാത്രമാണ്. ഓ, ഞാൻ നിന്നതല്ല കർത്താവേ, എന്നെ നിർത്തുന്നു. ഞാൻ വന്നതല്ല, എന്നെ വരുത്തി എന്നെ നടത്തുന്ന ദൈവം. ഞാൻ സ്വയം നടക്കുന്നതല്ല എന്ന വലിയ ബോധ്യത്തോടെ നമുക്ക് ഓരോരുത്തർക്കും ഹാലലിയ, ഓ, അവിടുത്തെ കൃപ നമ്മളെ നിത്യതയിലേക്ക് നടത്തുന്നുവെന്ന അപൂർണ ബോധ്യത്തോടെ ആ കൃപയുടെ പാറയെ, ആ വലിയ സ്നേഹത്തെ എത്രമാത്രം സ്തുതിച്ചാലും മതി വരുന്നില്ല. ഉയർത്താം ദൈവമക്കളെ. ഹല്ലേലൂയ. രുചിച്ചറിഞ്ഞു
അവിടുത്തെ ഉയർത്താം. ഹല്ലേലൂയ. ഓ എന്നാൽ ഹല്ലേലൂയ, ഈ മണ്ണല്ല വിണ്ണാണ് എനിക്ക് വലിയത് എന്ന വലിയ ലക്ഷ്യത്തോടെ നമുക്ക് ഈ അന്ത്യനാളുകളിൽ ദൈവമക്കളെ നമുക്കായിത്തീരാം. ഹല്ലേലൂയ. അത് നമ്മളെ സഹായിച്ച് വഴി നടത്തുന്നത് അവിടുത്തെ കൃപ കാരണമാണ്. ഹല്ലേലൂയ. അവിടുത്തെ ദാനമായ കൃപ എൻ്റെ കഴിവോ മിടുക്കോ അല്ല എന്നെ നിത്യതയിലേക്ക് എത്തിക്കുന്നത്. അവിടുത്തെ സാന്നിധ്യം, അവിടുത്തെ കൃപ, അവിടുത്തെ ശക്തി, അവിടുത്തെ ബലം, അതെൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ബലം. ഹല്ലേലൂയ. നമുക്കത് തന്നെ നമ്മുടെ കർത്താവിനോട് പറയാം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ വലിയത് ചെയ്തു. ഹല്ലേലൂയ. ആ കർത്താവിനെ നമുക്ക് ചേർന്ന് ഉയർത്താം. ഗ്ലോറി ടു ഗോഡ്. എത്ര സ്തുതിച്ചാലും മതി വരാത്ത ദൈവത്തെ, എണ്ണി എണ്ണി സ്തുതിച്ചാൽ തീരാത്ത ആ ദൈവത്വം, ആ കർത്താവ് സർവബഹുമാനത്തിനും ആരാധനയ്ക്കും സ്തുതിക്കും യോഗ്യനായവനായ കുഞ്ഞാട്. ഉയർത്താൻ ദൈവമക്കളെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വലിയ ബലം നമ്മുടെ ദേഹാദേഹി ആത്മാവിൽ പ്രാപിക്കാം. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ആയുധം ഫലിക്കില്ല.
വലിയ കരത്തെ ഉയർത്തുവാൻ നമുക്ക് വീണ്ടും ഹാലലിയ ഇന്ന് കൃപ ചെയ്തതിനായി നമുക്ക് നന്ദി പറയാം. ഹാലലിയ, നമ്മുടെ വീണ്ടെടുപ്പുകാരനും നമ്മെ നടത്തുന്നവനും നമ്മെ നിത്യതയിൽ എത്തിക്കുന്നവനുമായ ആ രാജാവിനെ ഉയർത്തുവാൻ ദൈവം കൃപ ചെയ്തല്ലോ. പിന്നെ നമുക്ക് താണിരിക്കാം അവിടുത്തെ പദാന്തികത്തിൽ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഗോഡ് ബ്ലസ് യു. ആമേൻ. താങ്ക് യു ബെന്നി ബ്രദറെ, സിസ്റ്ററെ, താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. പാടിയ പാട്ടുകൾ നമുക്ക് നല്ലതായിട്ട് ഇന്നയോളം തൻകരത്താൽ നമ്മെ താങ്ങിയ ആ ദൈവത്തെ പാടി സ്തുതിക്കുവാൻ, ആ ദൈവത്തിന്റെ മുമ്പിൽ ഉന്നം വെച്ച വൈരിയൻ, നമ്മളെ നശിപ്പിക്കുവാനായി ഉന്നം വെച്ച് ആലോചിച്ച് കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി വന്ന വൈരിയുടെ മുമ്പിൽ പതറാതെ നിൽക്കുവാൻ നമ്മൾക്ക് കൃപ തന്നെ ഒരു ദൈവമുണ്ട്. നമ്മളുടെ ബലം കൊണ്ടോ നമ്മളുടെ ശക്തി കൊണ്ടോ നമ്മളുടെ അറിവ് കൊണ്ടോ ഒന്നുമല്ല, നമ്മളെ കാക്കുന്ന ഒരു ബലമേറിയ കരം, ശാശ്വത ഭുജങ്ങൾ നമ്മളെ താങ്ങിയിരിക്കയാൽ നമ്മൾ നിലനിൽക്കും. അത് ഓർത്ത് കർത്താവിനെ പാടുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മളെ യോഗ്യരാക്കിയ കർത്താവിൻ്റെ കൃപകളെ ഓർത്ത് നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കും. നമ്മൾ പ്രാർത്ഥനകൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അർപ്പിക്കുമ്പോൾ അതിന് മറുപടി തന്ന്, ചിലപ്പോൾ മറുപടി ഒന്ന് ഡിലേ ആക്കി, അതിനൊക്കെ ദൈവത്തിന് കാരണങ്ങളുണ്ട്. ദൈവത്തെ നമ്മൾ അറിയേണ്ടതുപോലെ അറിഞ്ഞു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നമ്മളുടെ ജീവിതത്തിൽ വെളിപ്പെടും. പലപ്പോഴും ഒരു വെൻഡിങ് മെഷീനെ പോലെ നമ്മൾ ദൈവത്തെ കാണുന്നതിലാണ് പലപ്പോഴും നമ്മൾ നിരാശപ്പെട്ടു പോകുന്നത്. ദൈവം ഒരു വെൻഡിങ് മെഷീൻ അല്ല. കർത്താവ് നമ്മളെ പരിപാലിക്കുന്നു, കാക്കുന്നു. എന്നാൽ കർത്താവ് നമ്മളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ഡിനൈ ചെയ്യുകയല്ല. പിതാവ് മക്കളുടെ ആഗ്രഹങ്ങൾ ഡിനൈ ചെയ്യുകയല്ല, പലപ്പോഴും അതൊന്ന് ഡിലേ ആക്കും. അതിനല്ലെങ്കിൽ ചെറിയ ചെറിയ രൂപാന്തരങ്ങൾ വരുത്തും. കാരണം നമ്മളുടെ നല്ല ഭാവി ആഗ്രഹിക്കുന്ന ഒരു പിതാവാണ്. ആ പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾക്ക് കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് ഒരുക്കിയ ഈ അവസരത്തിനായി നന്ദിയോടുന്ന സ്തോത്രം ചെയ്യുന്നു. വെറുതെയും കുടുംബത്തെയും ഓർത്ത് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. നമ്മളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ നമ്മൾക്ക് അർപ്പിക്കാം. തോമസ് ബ്രദർ പ്രാർത്ഥിച്ച് സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളുടെ സാധാരണയായുള്ള പ്രാർത്ഥനാ വിഷയങ്ങളാണ്. ഡെയ്സി ചാർലി ബ്രദറിൻ്റെ സഹോദരൻ്റെ ഭാര്യ ഡെയ്സിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഒരു സർജറിക്ക് വേണ്ടിയൊക്കെ ഒരുങ്ങുന്നു. തൻ്റെ ചികിത്സയിൽ കർത്താവിൻ്റെ സാന്നിധ്യം, വിടുവിക്കുന്നവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുവാൻ തക്കവണ്ണം നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ആദിത്യൻ എന്ന ആ സഹോദരനായി പ്രാർത്ഥിക്കാം. ത്രോട്ട് ക്യാൻസറിനാൽ പ്രയാസപ്പെടുന്നു, സർജറിയൊക്കെ ആയിരിക്കുന്നു. പ്രസാദിനായി, വത്സയ്ക്കായി പ്രാർത്ഥിക്കാം. മറ്റ് ക്യാൻസറിനാൽ അതുപോലെ മറ്റ് പ്രയാസങ്ങളിലായിരിക്കുന്ന പലരുണ്ട്. അവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രായത്തിലായിരിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ടവരുണ്ട്, അവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് ബലം പകരുവാൻ, പ്രായത്തിൽ മാത്രമല്ല ഏകരായി പാർക്കുന്നവരും പ്രായത്തോടു കൂടെ ഏകരായി പാർക്കുന്നവരുണ്ട്. അവരെ കാത്തു സംരക്ഷിക്കുവാനും അവരുടെ ആവശ്യങ്ങളിൽ ദൈവം കൂടെ ഇരിക്കുവാനുമായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. വിസയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്ന ചിലരുണ്ട്. അതുപോലെ വേറെ പല സർജറികൾക്കായി ഒരുങ്ങുന്നവരുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മളുടെ കുഞ്ഞുങ്ങൾ ടെക്സസ് ഏരിയയിലൊക്കെ 2 ആഴ്ച കഴിയുമ്പോൾ സ്കൂളുകൾ തുറക്കും. അവർ സ്കൂളിലേക്ക് പോകുവാൻ ഒരുങ്ങുമ്പോൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ജോലി ആവശ്യമുള്ള നമ്മളുടെ പ്രിയപ്പെട്ടവരുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. മറ്റ് ശാരീരികമായ പ്രയാസ പ്രതികൂലങ്ങളിൽ ഇരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. വിവാഹപ്രായം എത്തി നിൽക്കുന്നവർ, കുടുംബജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, അതുപോലെ അഡിക്ഷനിൽ ആയിരിക്കുന്നവരെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. മിഡിൽ ഈസ്റ്റിനായി പ്രാർത്ഥിക്കുക. പ്രയാസങ്ങൾ കൂടി വരുന്ന ഒരു കാലമാണ്, ഓർത്ത് പ്രാർത്ഥിക്കുക. ഇന്ത്യയെ ഓർത്ത്, ഇന്ത്യയിൽ നടക്കുന്ന സുവിശേഷ വേലകളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇസ്രായേലിന്റെ സമാധാനത്തിന് വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ലോക സമാധാനത്തിന് വേണ്ടി
പ്രാർത്ഥിക്കാം. ദൈവസഭകളെ ദൈവം ഉണർത്തുവാനായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള വചന ശുശ്രൂഷയും ഓർത്തുകൊണ്ട് തോമസ് ബ്രദർ ഇപ്പോൾ പ്രാർത്ഥിച്ച് സഹായിക്കും. ആമേൻ. നമുക്ക് എല്ലാവർക്കും തലകൾ വണക്കം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, മനോഹരമായ നല്ല സമയത്തിനായി, നല്ല ദിവസത്തിനായി, നല്ല അവസരത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. എഡിസൺ ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഇന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടി വരുവാൻ ദൈവം സഹായിച്ചല്ലോ. ഫേസ്ബുക്കിൽ വാച്ച് ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ഓർത്തും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സ്വർഗത്തിലെ അപ്പച്ച, ഇന്നയോളം കർത്താവ് ഞങ്ങളെ നടത്തി. ഞങ്ങളുടെ പ്രിയ തോമസ് ബ്രദറിന് വേണ്ടി, ലിൻഡ സിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നയോളം ദൈവം അവരെ നടത്തി സഹായിച്ചു. യാത്രയിൽ ഉടനീളം ദൈവത്തിന്റെ സാന്നിധ്യമൊക്കെ അനുഭവിച്ചല്ലോ. എല്ലാറ്റിനായും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ചില വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെ ഒരു ആത്മീക സംഗമത്തിന് നേതൃത്വം കൊടുക്കുവാൻ, ആരംഭം കുറിക്കുവാൻ, ഇന്നും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഇത് വിജയകരമായി കൊണ്ടുപോകുവാൻ ദൈവമേ അവിടുന്ന് സഹായിക്കുന്നതോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ വന്നതല്ല, കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്നതാണ്. ഞങ്ങൾ നിന്നതല്ല, കർത്താവ് ഞങ്ങളെ നിർത്തിയതാണ്. ഞങ്ങളൊന്നും നേടിയതല്ല, കർത്താവ് ഞങ്ങൾക്ക് തന്നതാണ്. എല്ലാം ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവ്, മീറ്റിങ്ങിന്റെ ആരംഭത്തിൽ കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഗാനശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ കർത്താവെ, ഞങ്ങൾ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ബെന്നി ബ്രദറിനെയും കുടുംബത്തെയും ദൈവം സഹായിച്ചതോർത്ത് നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, എന്നുമേ ഞാൻ ഇനിയും അങ്ങയുടെ സ്വന്തമല്ലാണെന്ന്, ഒന്നിനും സാധ്യമല്ല ഈ ബന്ധം മാറ്റുവാൻ. ആ നിലയിൽ കർത്താവുമായിട്ടുള്ള ഒരു അഭേദ്യ ബന്ധം ഞങ്ങൾക്കുള്ളതോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവ്, യേശു എനിക്ക് ചെയ്ത നന്മകൾ ഓർത്തിടുമ്പോൾ നന്ദി കൊണ്ട് ഞങ്ങളുടെ ഉള്ളം നിറയുന്ന കർത്താവെ, ഉന്നം വെച്ച വൈരിയുടെ മുന്നിൽ പതറാതെ കൺമണി പോലെ ഞങ്ങളെ സൂക്ഷിച്ച ദൈവകൃപ, ഇതെല്ലാം ഗാനങ്ങളിലൂടെ ഓർപ്പിച്ചുണർത്തുവാൻ, ഞങ്ങൾക്ക് പാടി ആനന്ദിപ്പാൻ, ആരാധിപ്പാൻ ദൈവമേ അവിടുന്ന് അവസരം തന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം. നിന്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനാ വിഷയങ്ങൾ എല്ലാം തിരുകരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ഡേയ്സി സിസ്റ്ററുടെ സർജറി കഴിഞ്ഞ് വിശ്രമിക്കുന്നല്ലോ. പൂർണ്ണമായ വിടുതലും സൗഖ്യവും കൊടുക്കണമേ. ആദ്യത്തിന് എന്ന ബ്രദർ ക്യാൻസറിനാൽ ഭാരപ്പെടുന്നു. കർത്താവെ, പൂർണ്ണ വിടുതലും സൗഖ്യവും കൊടുക്കണമേ. പ്രസാദൻ ബ്രദറിന് വേണ്ടി, വത്സ സിസ്റ്റർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു. അനേക പ്രിയപ്പെട്ടവര് ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്നുണ്ടല്ലോ. പൂർണ്ണമായ വിടുതലും സൗഖ്യവും കൊടുക്കണമേ. പ്രായധിക്യത്തിലായിരിക്കും നിങ്ങളുടെ അപ്പച്ചന്മാർ, അമ്മച്ചിമാരുമുണ്ട്. ഏകാന്തതയിൽ കഴിയുന്നവരുണ്ട്. ദൈവമേ, അവിടുന്ന് കരുണ കാണിച്ച് ഓരോ ദിവസവും അവരെ നടത്തേണ്ടതായിട്ട് പ്രാർത്ഥിക്കുന്നു. വിസയോടുള്ള ബന്ധത്തിൽ കർത്താവെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ തക്ക സമയത്ത് അതിനുള്ള വഴികളെ ഒരുക്കി കൊടുത്ത് അവിടുന്ന് സഹായിക്കണമേ. സർജറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ. എല്ലാവരെയും തിരുകരത്തിലേക്ക് ഏൽപ്പിക്കുന്ന പിതാവേ, വരും ദിവസങ്ങളിൽ സ്കൂളുകൾ, കോളേജുകൾ തുറക്കുന്നുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവെ പഠനത്തിന് വേണ്ടി പോകുമ്പോൾ ദൈവകൃപ ധാരാളം ചൊരിഞ്ഞ് അവിടുന്ന് സഹായിക്കണമേ. ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ. യാത്ര ക്രമീകരിച്ച പ്രിയപ്പെട്ടവരുണ്ട്. ശാരീരികമായ ബലഹീനതകളും അസ്വസ്ഥതകളും അനുഭവിക്കുന്നവരുണ്ട്. വിവാഹപ്രായത്തിനുമായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാ വിഷയത്തിനും പരിഹാരം നൽകി ഞങ്ങളെ സഹായിക്കണമേ. അഡിക്ഷനിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ വല്ലാത്ത കാലയളവിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നല്ലോ. എന്റെ കർത്താവെ, ഞങ്ങളുടെ തലമുറകളോട് മനസ്സലിഞ്ഞ് അരുതാത്ത സകല പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാൻ ദൈവകൃപ വ്യാപരിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ഇന്ത്യ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മിഡിൽ ഈസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ നിലയിലും എന്റെ ദൈവമേ, ഒരു വല്ലാത്ത നിലയിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നല്ലോ. അന്ത്യത്തിലേക്ക് ഞങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്ന പിതാവേ, ഈ ലോക സംഭവങ്ങളും ഇസ്രായേലിലും മിഡിൽ ഈസ്റ്റിലും നടക്കുന്ന സംഭവങ്ങൾ ഞങ്ങൾ വിലയിരുത്തുമ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തിരുവചനത്തിൽ എഴുതി വച്ചിരിക്കുന്ന കർത്താവെ, അതെല്ലാം അതുപോലെ നിറവേറിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തുപോയി, ഞങ്ങളുടെ പ്രാണപ്രിയന്റെ വരവ് വാതിൽക്കലായി എന്നുള്ള ചിന്തയും കൂടെ ഞങ്ങളെ ഭരിക്കപ്പെടുവാൻ, തിരുവചനത്തിനനുസരിച്ച് ജീവിതം ക്രമീകരിച്ച് മുന്നേറുവാൻ ദൈവകൃപ വ്യാപരിക്കേണ്ടവനായിട്ട് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കൂട്ടിക്കൊണ്ടുവന്ന് എല്ലാവരെയും തിരുകരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. അഭിഷക്ത കർത്തദാസും പാസ്റ്റർ സിജി ചാക്കോയെ വചന സൂക്ഷിക്കാൻ വേണ്ടി ഞങ്ങളെ നടുവിൽ അയച്ചിട്ടുണ്ടല്ലോ. നിന്റെ ദാസനെ ശക്തമായിട്ടൊന്ന് ഉപയോഗിക്കണമേ. കർത്താവെ, ഇത് സാക്ഷാൽ ദൈവത്തിന്റെ വചനമാണ്. ഇത് മാറ്റമില്ലാത്തതാണ്. ആകാശവും ഭൂമിയും മാറിപ്പോകും, വചനത്തിന് ഒരു മാറ്റവുമില്ല. എന്റെ കർത്താവെ, തേനിനേക്കാളും തെൻകട്ടേക്കാളും മധുരമുള്ള ദിവ്യമേറിയ വചനം ഇന്ന് അതിലൂടെ ഞങ്ങൾക്ക് ശുശ്രൂഷിക്കുമ്പോൾ, നിന്റെ ദാസൻ അത് ഞങ്ങൾക്ക് വിഭാഗിച്ചു നൽകുമ്പോൾ, വചനത്തിനനുസരിച്ച്
അനുസരിച്ച് ജീവിതം മാറുവാൻ, മാനസാന്തരം വരേണ്ട മേഖലകളിൽ മാനസാന്തരം ഉണ്ടാകുവാൻ, മടങ്ങി വരേണ്ട മേഖലകളിൽ മടങ്ങി വരുവാൻ, എല്ലാവരും സ്വർഗീയ നിത്യതയിൽ കാണപ്പെടുന്നതിന് സഹായകരമായ രീതിയിൽ വചന ശുശ്രൂഷ മാറ്റപ്പെടുവാൻ എന്റെ ദൈവം സഹായിക്കേണ്ടതായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം തന്നെ തൃക്കരത്തില് അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്ത് നിന്റെ ദാസനെ ശക്തീകരിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് തന്നെ മീറ്റിങ്ങിനെ കയ്യേറ്റ് നടത്തണമേ. സ്വർഗീയ നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങളെ ഒരുങ്ങി ജീവിപ്പാൻ എല്ലായ്പ്പോഴും കൃപ ചെയ്യണമേ. എല്ലാ മാനവും എല്ലാ മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന കരുണയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, 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 ആമേൻ. താങ്ക് യു തോമസ് ബ്രദറെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇവിടെ നിങ്ങളുടെ മുമ്പിലായിരിക്കുവാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് കോട്ടയായിരുന്നു. ഏകദേശം 4000 മൈൽസ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഡ്രൈവ് ചെയ്യുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. സ്റ്റീവ് പാസ്റ്റർ കഴിഞ്ഞ ആഴ്ചയില് മീറ്റിംഗ് ലീഡ് ചെയ്യുവാൻ തക്കവണ്ണം കർത്താവിനെ ദാസനെയും ബലപ്പെടുത്തിയതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾക്ക് ദൈവവചനത്തിന്റെ മുമ്പിൽ ഇരിക്കുവാൻ കർത്താവ് ഒരുക്കിയ ഈ വലിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ സിജി ചാക്കോ പാസ്റ്ററെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മളുടെ ഇടയിൽ വന്ന് നമ്മളോട് ദൈവത്തിന്റെ വചനം നന്നായി നമ്മൾക്ക് വിഭജിച്ച് തരുന്ന ഒരു കർത്തൃദാസനാണ്. തൻ്റെ പ്രവർത്തനങ്ങളെയും തൻ്റെ കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മൾക്ക് വേണ്ടി ദൈവം തൻ്റെ ദാസനെ ഏൽപ്പിച്ചിട്ടുള്ളത് സ്വീകരിക്കാനായി നമ്മൾക്ക് നമ്മളുടെ ഹൃദയങ്ങളെയും നമ്മളുടെ മനസ്സുകളെയും ദൈവസന്നിധിയിൽ താഴ്ത്തി നമ്മൾക്കായിരിക്കാം. പാസ്റ്റർ സിജി ചാക്കോ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തെ ഓർത്ത് കർത്താവിനെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ വചനവും സാക്ഷ്യവും നിമിത്തം നിങ്ങളുടെ നടുവിലായിരിക്കാൻ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി കർത്താവിനെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിങ്ങിന് ആത്മീയമായ നേതൃത്വം നൽകുന്ന പ്രിയ അംഗനായ ആന്റിക്കായി, മറ്റ് ദൈവദാസന്മാർക്കായി, ദൈവമക്കൾക്കായി എല്ലാവർക്കും ഓർത്ത് ദൈവത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും ഉള്ള ക്രിസ്തീയ വന്ദനങ്ങൾ ഈ സമയത്ത് അറിയിക്കുകയാണ്. 2 ടൈം സോണിലാണല്ലോ നമ്മൾ പലരും ഇരിക്കുന്നത്. എങ്കിലും കർത്താവിന്റെ സന്നിധിയിലെല്ലാം എല്ലാം ഒരുപോലെയാണല്ലോ. ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് പ്രഭാതമാണ്, നിങ്ങൾക്ക് ഈവനിങ് ആണ്. ഒരുമിച്ചായിരിക്കാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി കർത്താവിന്റെ നന്ദിയോട് സ്തോത്രം. ഈ സൂം മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത കാലഘട്ടം മുതൽ കുറച്ച് കാലഘട്ടങ്ങളായി നിങ്ങളുടെ നടുവിൽ ശുശ്രൂഷിപ്പാനും ഒക്കെ, അതുകൊണ്ട് എല്ലാവരും പേരുകളൊന്നും ഓർക്കത്തില്ലെങ്കിലും മുഖങ്ങളൊക്കെ പരിചിതമായ മുഖങ്ങളാണ്. നിങ്ങൾ എല്ലാവരെയും വീണ്ടും ആരോഗ്യത്തോടെ സന്തോഷത്തോടെ കാണുവാൻ, ജീവനോടെ കാണുവാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി കർത്താവിനെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ എല്ലാവരെയും സ്വർഗം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് കർത്താവിന്റെ വചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാനായി പോകുകയാണ്. ഞാൻ തമിഴ്നാട്ടിലാണ് ഇപ്പൊ ആയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ശബ്ദത്തിന്റെ ക്ലിയർ ആണല്ലോ, ശബ്ദം ഓക്കെ ആണല്ലോ? ദൈവം ഒരുപോലെ നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. കർത്താവിന്റെ ദാസൻ ലീഡ് ചെയ്തപ്പോഴും പ്രിയ തോമസുട്ടിയങ്ങൾ പ്രാർത്ഥിച്ചപ്പോഴൊക്കെ പറഞ്ഞതുപോലെ വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. കർത്താവിന്റെ വരവേറ്റവും അടുത്തിരിക്കുന്ന സമയമാണ്. യുദ്ധങ്ങളും അതിൻ്റെ പ്രയാസങ്ങളും ഒക്കെ നേരിടുകയാണ്. പണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ എൻ്റെ ഫാദറിലോ ആയിട്ട് സംസാരിച്ചപ്പോൾ പണ്ട് പറയുമായിരുന്നു, ഗൾഫിലോട്ട് പോകാൻ ആൾക്കാർക്ക് താല്പര്യമാണ്. കാരണം എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടെങ്കിൽ വേഗത്തിൽ തിരിച്ചു വരാം. അമേരിക്കയോ അല്ലെങ്കിൽ മറ്റ് കൺട്രി പോലെയല്ല, വേഗത്തിൽ തിരിച്ചു വരാം. 2 3 4 മണിക്കൂർത്തെ ട്രാവലേ ഉള്ളെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം എൻ്റെ ഫാദറിലോ വിളിച്ചപ്പോൾ പറയായിരുന്നു, ഏറ്റവും കൂടുതൽ ഭാരപ്പെടുന്നത് മിഡിൽ ഈസ്റ്റിലാണ്. കാരണം വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ പറ്റുമോ, വരാൻ പറ്റുമോ ഒന്നും അറിയില്ല. അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ നേരിടുമ്പോൾ കർത്താവിനെ അറിഞ്ഞ് നമുക്കൊരു പ്രത്യാശയുണ്ട്. കർത്താവിന്റെ
ഏറ്റവും അടുത്തിരിക്കുകയാണ്. കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്ന പല സംഭവങ്ങളും നമ്മുടെ നടുവിൽ നടക്കുമ്പോൾ ഈ ഭൂമിയിലുള്ളതിനെ ലക്ഷ്യം വെക്കാതെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ആഴത്തിൽ ചേർന്ന് ജീവിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ കർത്താവ് വരും ആമേൻ എന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ വളരെ പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി അറിയിക്കുകയാണ്. ഇന്ന് ഈ സൂം മീറ്റിംഗിൽ, ഈ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ കർത്താവിന്റെ വചനം എന്ത് നിങ്ങളോട് സംസാരിക്കണമെന്നുള്ള പ്രാർത്ഥനയെങ്കിൽ കർത്താവ് നൽകിയ ചില ദൈവിക ശബ്ദങ്ങൾ വളരെ ശാന്തമായി നിങ്ങളോട് കൈമാറുവാൻ പരിശുദ്ധാത്മാവിൽ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കുള്ള വന്ദനത്തെ അറിയിച്ചുകൊണ്ട് വെളിപ്പാട് പുസ്തകം അതിന്റെ 4-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. ഒത്തിരി പ്രസംഗങ്ങൾ കേട്ട് പരിചയിച്ച ഒരു വേദഭാഗമാണത്. ഒത്തിരി പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, ഞാൻ ഒത്തിരി അതിൽ നിന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ വ്യത്യസ്തമായ ഒരു ചിന്ത പരിശുദ്ധാത്മാഭാഗത്ത് നൽകിയത് നിങ്ങളോടൊന്ന് സംസാരിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. Revelation chapter 4 verse 1, വെളിപ്പാട് 4:1 ഇങ്ങനെയാണ് പറയുന്നത്: അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ച് തരാം എന്ന് പറഞ്ഞു. അപ്പോസ്തലനായ യോഹന്നാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവിന്റെ ദൈവദാസൻ. യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ യേശുവുമായി ഏറ്റവും അടുത്ത് നിന്ന 3 ശിഷ്യന്മാരിൽ പ്രധാനിയായ ഒരു വ്യക്തിയാണ് അപ്പോസ്തലനായ യോഹന്നാൻ. നമുക്കറിയാം, യേശുവിന്റെ ശിഷ്യന്മാരിൽ തൻ്റെ തിരഞ്ഞെടുപ്പ് വിളികൾ ഭയങ്കര മനോഹരമായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലാന്ന് തോന്നുന്നൊരു വേർഡ് ഇങ്ങനെ ഉണ്ട്: നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. പോയി ഫലം കായ്ക്കാനും കായ്ച്ച ഫലം നിലനിർത്തേണ്ടതും. 15-16 തോന്നുന്നു. അങ്ങനെ ഒരു വേർഡ് എഴുതി വെച്ചു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വേർഡാണ്. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. അതാ പ്രിയാങ്കിൾ പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞേ, നമ്മൾ നിന്നതല്ല, ദൈവം നമ്മളെ നിർത്തിയതാണ്. നമ്മൾ നേടിയതല്ല, ദൈവം നമുക്ക് തന്നതാണ്. യേശു കർത്താവിന്റെ തെരഞ്ഞെടുപ്പുകൾ വളരെ ഭയങ്കര മനോഹരമാണ്. നമ്മളൊക്കെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ മാനുഷിക തിരഞ്ഞെടുപ്പുകൾ എപ്പോഴും പരാജയം എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇത് ദൈവം തിരഞ്ഞെടുത്താലേ, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, എനിക്ക് ഈ ഒത്തിരി വർഷം, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജോയിൻ ചെയ്തപ്പം ആരുടെയോ വെഡിങ് ആനിവേഴ്സറി ദീർഘവർഷങ്ങൾ ഇവിടെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഞാൻ കേട്ടു. എന്ന് പറഞ്ഞ പോലെ ഈ ദീർഘവർഷങ്ങളൊക്കെ കുടുംബജീവിതം ഒരുമിച്ച് കൊണ്ടുപോകുന്നവരെ കാണുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താണെന്നറിയാമോ? 2 സാഹചര്യത്തിൽ ജീവിച്ചു വളർന്നവർ, അവരുടെ ആയുസിന്റെ ഒരു ഭാഗം വേറെ സാഹചര്യം ജനിച്ചവർ 2 പേർ ഒരുമിക്കുന്നു. പിന്നീട് ദീർഘവർഷങ്ങൾ ആ 2 സ്വഭാവങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത്, 2 ക്യാരക്ടറുകൾ അഡ്ജസ്റ്റ് ചെയ്ത് ദീർഘവർഷങ്ങൾ അവർ പോവുകയാണ്. അത് ദൈവിക തിരഞ്ഞെടുപ്പുകളിൽ മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. ഈ നിലനിൽക്കുന്ന അഭിഷേകം, ആ തിരഞ്ഞെടുപ്പ് നിലനിർത്തുക എന്ന് പറഞ്ഞത്. ഈ 1 ശമൂവേലിന്റെ പുസ്തകത്തിലൊക്കെ വായിക്കണ്ട, ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിട്ടെന്നേ ഉള്ളൂ ഞാൻ. ഇസ്രായേൽ ജനത്തിന് ഈ ദൈവികമായ വാക്കുകൾ വേണ്ട, ദൈവത്തിന്റെ ശബ്ദം വേണ്ട എന്ന് തോന്നിയ ഒരു സമയമുണ്ട്. കാരണം പ്രവാചകന്മാർ, ന്യായാധിപന്മാരൊക്കെ ഇസ്രായേൽ ജനത്തെ നയിച്ചുകൊണ്ടിരുന്നപ്പം ഇസ്രായേൽ ജനത്തിന് ഒരു ആഗ്രഹം തോന്നി, ഞങ്ങൾക്ക് ഈ ശബ്ദം അത്ര നല്ലതല്ല, കാരണം പ്രവാചകൻ വരും, നിങ്ങൾ ഇന്ന തെറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ശിക്ഷ എന്ന് പറഞ്ഞ് ദീർഘവർഷങ്ങൾ അവർ അടിമത്തത്തിൽ പോകുന്നു. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു പ്രോസസ്സിലൂടെ പോയപ്പോൾ മറ്റെല്ലാ രാജ്യങ്ങൾക്കും രാജാക്കന്മാരുണ്ട്, പക്ഷെ ഇസ്രായേലിന് മാത്രം രാജാവില്ല. അതുകൊണ്ട് ഇസ്രായേൽ ജനം ശമൂവേലിനോട് ആവശ്യപ്പെട്ടു, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, ഞങ്ങളുടെ ഈ സാഹചര്യങ്ങൾക്ക് ഒരു മാറ്റം വേണം. അതുകൊണ്ട് ഈ വാക്ക് ഇസ്രായേൽ ശമൂവേലിനോട് പറയുമ്പോൾ ദൈവം ശമൂവേലിനോട് പറഞ്ഞൊരു വാക്കുണ്ട്:
ശമൂവേലെ, അവൻ നിന്നെയല്ല തള്ളിയത്, എന്നെയാ തള്ളിയത്, എന്റെ ശബ്ദത്തെയാ തള്ളിയത്, എന്റെ വാക്കിനെയാണ് അവർ അനുസരിക്കാതെ പോയത്. ആമേൻ. അങ്ങനെ ഇസ്രയേലിന്റെ ആഗ്രഹപ്രകാരം മാനുഷിക തെരഞ്ഞെടുപ്പിൽ ദൈവം കൊടുത്ത ആദ്യത്തെ രാജാവാണ് ശൗൽ, ഇസ്രയേലിന്റെ ആദ്യത്തെ രാജാവ്. പക്ഷെ പരാജയപ്പെട്ടു പോയി. ദൈവം പറഞ്ഞത് അനുസരിച്ചില്ല, ദൈവം പറഞ്ഞത് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്റെ രാജ്യത്വം മാറി. എന്നിട്ട് അടുത്ത വീട് ദൈവം ഇങ്ങനെ എഴുതി വെച്ച്, തനിക്ക് ബോധിച്ച ദൈവത്തിന് ബോധിച്ച വേറൊരുവനെ ദൈവം രാജാവായി സെലക്ട് ചെയ്തു. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ ദൈവിക തെരഞ്ഞെടുപ്പുകൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് വചനത്തിൽ. ദൈവിക തെരഞ്ഞെടുപ്പ് അങ്ങനെ ദൈവം തെരഞ്ഞെടുത്ത, അത് പറഞ്ഞാൽ വേറൊരു മെസ്സേജിലേക്ക് പോകും, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറുന്നില്ല. അങ്ങനെ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട 12 ശിഷ്യന്മാരിൽ ആമേൻ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കോർ ഗ്രൂപ്പിലുള്ള 3 പേരിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് യോഹന്നാൻ അപ്പോസ്തലൻ എന്ന് പറയുന്നത്. തന്റെ തെരഞ്ഞെടുപ്പ്, മത്സ്യബന്ധന തൊഴിലാളിയായിരിക്കുന്ന തന്റെ തെരഞ്ഞെടുപ്പ്, തന്റെ അപ്പനെ കുറിച്ചൊക്കെ പറയുന്നത്, സബദിയെ കുറിച്ചൊക്കെ പറയുന്നത് പല വ്യാഖ്യാനങ്ങളുണ്ട്. അതിലേക്കൊന്നും നമ്മൾ കയറുന്നില്ല. കാരണം ധനികനായിരുന്നു എന്നും തന്റെ കൂടെ വേല ചെയ്യുന്നവരുണ്ട്, അതുകൊണ്ട് അന്നത്തെ കാലത്ത് ധനികനായിരുന്നു എന്നൊക്കെ, മത്സ്യബന്ധനത്തിൽ തന്നെ അതിന്റെ വ്യാപാരങ്ങളൊക്കെ നടത്തുന്നതിലൊക്കെ ധനികനായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ വിഷയം അതൊന്നും അല്ല. യേശുവിന്റെ കൂടെ നടന്ന യോഹന്നാൻ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ യോഹന്നാൻ 1-ാമത്തെ അധ്യായം, വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആമേൻ. അതിന്റെ 9 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങോട്ട് താഴോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ യേശുവിന്റെ സാക്ഷ്യവും, ദൈവത്തിന്റെ വചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. യോഹന്നാനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും എൻ്റെ ആ വിഷയത്തിലേക്ക് ഒന്ന് ഓടിയെത്തേണ്ടത് കൊണ്ട് ഞാൻ വേഗത്തിൽ അങ്ങ് പോവുക. ഡൊമീഷ്യൻ ചക്രവർത്തി യോഹന്നാനെ പത്മോസ് എന്ന ദ്വീപിലേക്ക് നാട് കടത്തുകയാണ്. കാരണം തൻ്റെ പ്രസംഗം, തൻ്റെ ഈ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും യേശുവിൻ്റെ ദൈവത്വത്തെയൊക്കെ വെളിപ്പെടുത്തുന്ന യോഹന്നാൻ എഴുതിയ 5 അധ്യായങ്ങൾ അല്ലെങ്കിൽ 5 പുസ്തകങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, വെളിപ്പാട്, യോഹന്നാന്റെ സുവിശേഷം. യോഹന്നാന്റെ സുവിശേഷത്തിലൊക്കെ യേശുവിന്റെ ദൈവത്വത്തെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വർണ്ണിക്കുന്ന അധ്യായങ്ങളാണ് യോഹന്നാന്റെ സുവിശേഷമൊക്കെ. അങ്ങനെ താൻ യേശുവിന്റെ സാക്ഷ്യവും ദൈവത്തിന്റെ വചനവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആക്കപ്പെട്ടു. കാരണം തന്നിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങി, തന്നിലൂടെ ദൈവരാജ്യം വർദ്ധിക്കാൻ തുടങ്ങി, തന്റെ പ്രസംഗത്തിലൂടെ ജനങ്ങൾ ദൈവത്തെ അറിയാൻ തുടങ്ങി. നിങ്ങൾ ശ്രദ്ധിച്ചേ, അങ്കിൾ ഇവിടെ ഒരു വേർഡ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചെന്നറിയത്തില്ല. എല്ലാത്തിനും ദൈവത്തിനൊരു സമയമുണ്ട്. ചില പ്രശ്നങ്ങൾ വൈകുന്നത് ഡിനയൽ അല്ല. അത് ഡിലേ ആയെന്ന് നമുക്ക് തോന്നിയാലും അതിന്റെ പുറകിൽ ഒരു ദൈവപദ്ധതി. എല്ലാ കഷ്ടതകളും നമ്മളെ തകർക്കാനല്ല, എല്ലാ വേദനകളും നമ്മളെ തകർക്കാനല്ല, എല്ലാ രോഗങ്ങളും നമ്മളെ തകർക്കാനല്ല. ചിലത് പിശാച് കൊണ്ടുവരുന്നത് നമ്മളെ തകർക്കാനാണെങ്കിലും ദൈവം അത് ദൈവപ്രവൃത്തിയാക്കി, ദൈവത്തെ അറിയാനുള്ള മുഖാന്തരങ്ങളാക്കി, ദൈവത്തിന്റെ സ്നേഹത്തെ ആഴത്തിൽ തിരിച്ചറിയാനുള്ള മുഖാന്തരങ്ങളാക്കി മാറ്റുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. അത് വിശ്വസിക്കുന്നവർ ഒരു ആമേൻ പറയണം. യോഹന്നാൻ ഡൊമീഷ്യൻ ചക്രവർത്തി യോഹന്നാനെ പത്മോസിന്റെ ഏകാന്തതയിലേക്ക് തള്ളിയിടുകയാണ്. അതിനകത്ത് ഒറ്റ അർത്ഥമേ ഉള്ളൂ. പച്ച മലയാളത്തിൽ വളരെ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞാൽ, ഇനി നീ പ്രസംഗിക്കേണ്ട, ഇനി നീ സുവിശേഷ വേല ചെയ്യേണ്ട, ഇനി നീ പ്രാർത്ഥിക്കേണ്ട, നീ ഈ പത്മോസ് കൊണ്ട് തീരാൻ പോകുകയാണ്. പത്മോസിന്റെ ചരിത്രത്തെ കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു വേർഡുണ്ട്. എന്റെ വിഷയം അതേ അല്ല, ഒരു ഔട്ട്ലൈൻ ഞാൻ തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പത്മോസ് ഈ കടലിടുക്കിന്റെ നടുവിലുള്ള ഒരു ദ്വീപാണ്. പത്മോസിലേക്ക് നാളുകളെ നാട് കടത്താറുണ്ട്. വളരെ തിരികെ വരുന്നത് വളരെ ചുരുക്കമാണ്. പത്മോസിന്റെ ചരിത്രത്തെ കുറിച്ച് അവിടെ പല ചരിത്രകാരന്മാർ എഴുതി വെച്ചിരിക്കുന്നു. മുൻപ് മരിച്ചവരുടെ അസ്ഥിക്കുമ്പാരങ്ങളുണ്ട്, പച്ചമാംസം കൊത്തിപ്പറിക്കുന്ന കഴുകന്മാരുണ്ട്, ഉഗ്രവിഷമുള്ള തേളുകളുണ്ട്, പാമ്പുകളുണ്ട്, ആർത്തിരമ്പുന്ന തിരമാലകളുണ്ട്. അങ്ങനെ പല ചരിത്രങ്ങൾ പത്മോസിനെ കുറിച്ച് പറയാനുണ്ട്. എൻ്റെ വാക്കിനകത്തേക്ക് ഞാൻ ഓടി വന്നാൽ, യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം എല്ലാം തീർന്നു എന്ന് തോന്നുമാറ് അവസാനിച്ച
ആമേൻ നിമിഷത്തിലാണ് യോഹന്നാൻ നിൽക്കുന്നത്. കാരണം മുൻപിൽ കാണുന്നത് ആർത്തിരമ്പുന്ന തിരമാലകളാണ്, പ്രശ്നങ്ങളാണ്. ആമേൻ. കണ്ണിൽ കാണുന്നത് മുഴുവൻ പ്രശ്നങ്ങളാണ്. മുമ്പേ മരിച്ചവരുടെ അസ്ഥികുമ്പാരങ്ങൾ, ആമേൻ, കഴുകന്മാർ, ആമേൻ, പച്ച മാംസം കൊത്തിപ്പറിക്കുന്ന കഴുകന്മാർ, ഉഗ്രവിഷമുള്ള തേളുകൾ, ഉഗ്രവിഷമുള്ള പാമ്പുകൾ, ആമേൻ ആമേൻ ആമേൻ, ആർത്തിരമ്പുന്ന തിരമാലകൾ, ഇതെല്ലാം കണ്ണിൽ കണ്ട് യോഹന്നാൻ ഭാരപ്പെട്ടിരിക്കുമ്പോൾ, ആമേൻ, യോഹന്നാൻ ഒരു ദർശനം കാണുകയാണ്. ആമേൻ, സർവശക്തനായ ദൈവം യേശു കർത്താവ് അവന്റെ കഷ്ടതയുടെ നടുവിൽ ഇറങ്ങി വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സമയം ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയട്ടെ. മേ ബി, ചിലപ്പോൾ, ആമേൻ, മേ ബി, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടെന്ന് വന്നേക്കാം, ചിലപ്പോൾ നിങ്ങൾ തള്ളപ്പെട്ടെന്ന് വന്നേക്കാം, ചിലപ്പോൾ ആരും സഹായത്തിനില്ലാതെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ആയെന്ന് വന്നേക്കാം. പക്ഷെ അത് നിങ്ങളുടെ തകർച്ചയാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ആമേൻ, അതിൻ്റെ നടുവിലും നിങ്ങളെ കൈവിടാതെ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സർവശക്തനായ ദൈവം ഉണ്ട് എന്ന് ഈ ആമേൻ പ്രഭാതത്തിൽ, നിങ്ങൾക്ക് അവിടെ ഈവനിങ് ആയ സമയം, ഇല്ലെങ്കിൽ ഇന്ത്യയിൽ പ്രഭാതത്തിൽ ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോടൊരു ദൂത് പറയുക. നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങൾ തനിച്ചല്ല. നിങ്ങളെ അറിയുന്ന ഒരു ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ അറിയുന്ന ഒരു ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ആമേൻ. നിങ്ങളുടെ ഏത് പ്രശ്നമായാലും, ഏത് വേദനയായാലും, അതിൻ്റെ നടുവിൽ നിങ്ങളെ കൈവിടാതെ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ആ സർവശക്തനായ ദൈവം. ഇവിടെ നോക്ക്, യോഹന്നാൻ പത്മോസിന്റെ ഏകാന്തതയിൽ ഇരിക്കുമ്പോൾ, ആമേൻ, ആമേൻ, യോഹന്നാൻ ഒരു ദൈവശബ്ദം കേൾക്കുകയാണ്. ആ ദൈവശബ്ദം കേട്ടിട്ട് 1-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കേൾപ്പാൻ, ആമേൻ, കാണാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും, ആമേൻ, നിലവിളക്കുകളുടെ നടുവിൽ നിലങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായ മനുഷ്യപുത്രനോട്, ആമേൻ, സദൃശ്യനായവനെ ഞാൻ കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലത്തെ, ആമേൻ, ഹിമത്തോളം വെള്ളയും, കണ്ണഗ്നിജാലയ്ക്ക്, ആമേൻ, ഒത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. അവന്റെ വലം കൈയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തിലുള്ള വായിൽ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെയായി. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെയായി. നിങ്ങൾ ശ്രദ്ധിച്ചേ, യോഹന്നാന്റെ കഷ്ടതയുടെ നടുവിൽ സർവ്വ തേജസ്സോടെ കർത്താവ് ഇറങ്ങി വരികയും, ഞാൻ കർത്താവിനോട് ചോദിച്ചു, എന്തുകൊണ്ടായിരിക്കും യോഹന്നാനെ സകലരും കൈവിട്ട്, ആമേൻ, വേറൊന്നും പ്രസംഗിക്കാൻ അറിയത്തില്ല, യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് വളരെ ശാന്തമായി പ്രസംഗിക്കുന്ന ഈ യോഹന്നാനെ, ആമേൻ, പിശാച്, ആമേൻ ആമേൻ, അല്ലെങ്കിൽ ഡൊമീഷ്യൻ ചക്രവർത്തി പത്മോസിന്റെ ഏകാന്തതയിലോട്ട് തള്ളിയിടുമ്പോൾ, വേറെ ആരും വരാത്ത ഈ ഏകാന്തതയിലോട്ട് ദൈവം ഇറങ്ങി വരാൻ കാരണം എന്താ? ഒറ്റ കാരണം, ആമേൻ, എൻ്റെ കൂടെ നടന്ന യോഹന്നാൻ, എൻ്റെ, ആമേൻ, മാറോട് ചേർന്നിരുന്ന യോഹന്നാൻ, അന്ത്യത്താഴത്തിൽ എൻ്റെ മാറോട് ചേർന്നിരുന്ന യോഹന്നാൻ, സകലരും എന്നെ വിട്ടുപോയപ്പോഴും ആ ക്രൂശിന്റെ ചുവട്ടിൽ, ആമേൻ, മാറാതിരുന്ന യോഹന്നാൻ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? സകലരും എന്നെ വിട്ടുപോയപ്പോഴും ആ ക്രൂശിന്റെ ചുവട്ടിൽ മാറാതെ ഇരുന്ന യോഹന്നാൻ. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഏത് കഷ്ടതയുടെ നടുവിലും യേശുവിനോട് ചേർന്നിരിപ്പാൻ, യേശുവിന്റെ കൂടെ നടപ്പാൻ, നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് എൻ്റെ വിശ്വാസം. യേശുവിനോട് ചേർന്ന് നടപ്പാൻ, യേശുവിന്റെ കൂടെ നടപ്പാൻ, നീയും നിന്റെ ഹൃദയവും ദൈവവുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ, അങ്ങനെ ഒരു തീരുമാനത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, ഉറച്ച മനസ്സോടെ പറയട്ടെ, ആരെല്ലാം കൈവിട്ടാലും, ആമേൻ, ഒറ്റപ്പെട്ട പ്രതിസന്ധി ജീവിതത്തിൽ വന്നാലും, ഒരു മനുഷ്യനും എത്തിപ്പെടാൻ കഴിയാത്ത സാഹചര്യത്തിന്റെ നടുവിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും, ഞാൻ തുറന്ന മനസ്സോടെ പറയാം, അപ്പന് വരാൻ കഴിയില്ല, അമ്മയ്ക്ക് വരാൻ കഴിയില്ല, സഹോദരങ്ങൾക്ക് വരാൻ കഴിയില്ല, ബന്ധുമിത്രാദികൾക്ക് വരാൻ കഴിയില്ല. ആമേൻ. അതിനെല്ലാം ലിമിറ്റേഷൻസ് ഉണ്ട്, അതിനെല്ലാം പരിധികളുണ്ട്. ഒരു പരിധി വരെ എൻ്റെ അപ്പൻ, ആമേൻ ആമേൻ, ICUവിൽ കിടന്നപ്പോൾ, ആമേൻ, മരിച്ചുപോയി, ആമേൻ, മരിക്കുന്നതിന് മുമ്പ് ICUവിൽ കിടന്നപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഞങ്ങൾ മക്കളെല്ലാം വെളിയിലുണ്ട്, അമ്മ വെളിയിലുണ്ട്, പക്ഷെ എത്ര സമ്പത്തുണ്ടെങ്കിലും, എത്ര മക്കളുണ്ടെങ്കിലും,
ആമേൻ അകത്തോട്ട് കയറാൻ പറ്റില്ല. അവിടെ ഒരു പരിധിയുണ്ട്. ആമേൻ അവിടെ ഒരു പരിധിയുണ്ട്. വിവരങ്ങൾ അന്വേഷിക്കണമെങ്കിൽ അവർ നിശ്ചയിച്ച ഒരു സമയമുണ്ട്. അതിനപ്പുറത്തോട്ട് ആമേൻ നമുക്ക് മറ്റൊന്നും അറിയാൻ കഴിയില്ല. എന്താ അതിനർത്ഥം എന്നറിയാമോ? സ്വന്തം പിതാവായാലും മാതാവായാലും സ്വന്തം രക്തത്തിൽ പിറന്ന തലമുറകളാണെങ്കിലും എല്ലാറ്റിനും ഒരു പരിധിയുണ്ട്. പക്ഷെ ഏത് സാഹചര്യത്തിലാണ് ഞാനും നിങ്ങൾ നിൽക്കുന്നതെങ്കിലും പരിധിയില്ലാതെ പരിമിതിയില്ലാതെ നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ ഇറങ്ങി വരാൻ കഴിയുന്ന ഒരേ ഒരു ദൈവമുണ്ടെങ്കിൽ അത് ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു കർത്താവാണെന്ന് ഇന്ന് രാവിലെ ആമേൻ ഈ സമയം ഞാൻ ആമേൻ ആത്മാവിൽ ദൂത് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നവർ ഉണ്ടെങ്കിൽ അധരം തുറന്ന് എന്റെ ദൈവത്തെ നന്ദിയോടെ ഒന്ന് സ്തോത്രം ചെയ്യണം. ഏത് സാഹചര്യമായാലും ഏത് പ്രശ്നമായാലും ഹല്ലേലൂയ. സുവിശേഷങ്ങളൊക്കെ നിങ്ങൾ ഉടനീളം എടുത്തു നോക്കിക്കേ. അവൻ ഏത് പ്രശ്നത്തിന്റെ നടുവിലും തൻ്റെ ശിഷ്യന്മാരുടെ നിലവിളി, ഞാൻ പണ്ട് നമ്മുടെ ഇതേ പ്ലാറ്റ്ഫോമിൽ ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, യേശു കർത്താവ് ശിഷ്യന്മാരും ഗദരദേശത്തേക്ക് പോവുകയാണ്. കാറ്റടിച്ചു, തിരമാലയടിച്ചു, പടകുലഞ്ഞു. ശിഷ്യന്മാർ നിലവിളിക്കുകയാണ്. ശിഷ്യന്മാർ നിലവിളിച്ചപ്പോൾ, ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിച്ച് ശിഷ്യന്മാർ നിലവിളിച്ചപ്പോൾ യേശു കർത്താവ് എഴുന്നേറ്റു. എന്നെ ചിന്തിപ്പിച്ച ഒരു വിഷയമാണ്. കാറ്റ് അടിച്ചപ്പോൾ, പടകിളകിയപ്പോൾ യേശു എഴുന്നേറ്റില്ല. യേശു ശ്വാസിച്ചില്ല. അപ്പോഴും യേശു ഉറങ്ങുകയാണ്. പക്ഷെ യേശു എപ്പോഴാണ് എഴുന്നേറ്റത്? ശിഷ്യന്മാർ നിലവിളിച്ചപ്പോഴാണ് എഴുന്നേറ്റത്. അർത്ഥാൽ നിന്റെ നിലവിളി കണ്ടാൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ നിലവിളി കേട്ടാൽ എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ട്. വേറെ ആരും നിന്റെ വിഷയത്തിൽ വന്നില്ലെങ്കിലും ആ ദൈവം നിന്റെ വിഷയത്തിന്റെ മേൽ ഇറങ്ങി വന്നിരിക്കും. അത് വിശ്വസിക്കുന്നവർ ഉണ്ടെങ്കിൽ അധരം തുറന്ന് എന്റെ ദൈവത്തെ ഒന്ന് സ്തുതിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ പാടിയത്, ഉന്നം വെച്ച വൈരിയൻ. ഹല്ലേലൂയ. ആ സങ്കീർത്തനക്കാരനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ അത്? വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ എന്റെ പ്രാണനെ അവൻ വിടുവിച്ചിരിക്കുന്നു. വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ എന്ന് പറഞ്ഞാൽ, വേട്ടക്കാരൻ ഒരു പക്ഷിയെ ഉന്നം വെച്ച് അതിനെ പിടിക്കാൻ ഉന്നം വെച്ച് അതിനെ ശ്രമിക്കുമ്പോൾ നിന്റെ പ്രാണനെ, നിന്റെ ആയുസ്സിനെ, നിന്റെ തലമുറയെ ഹല്ലേലൂയ വിടുവിച്ചത് ശക്തി കൊണ്ടല്ല, ബലം കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപയാണ്, അവന്റെ സ്നേഹമാണ്. അപ്പൊ ശ്രദ്ധിച്ചേ, യോഹന്നാൻ പത്മോസിന്റെ ഏകാന്തതയിൽ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ആരും തനിക്കില്ല, താൻ സ്നേഹിച്ചവരില്ല. താൻ പ്രസംഗിച്ച സഭക്കാർ തനിക്ക് വേണ്ടി വന്നിട്ടില്ല. ആർക്കും വരാൻ കഴിയാത്ത സാഹചര്യത്തിൽ സർവ തേജസ്സോടെ, ഫുൾ ഗ്ലോറിയോടെ സ്വർഗം ഇറങ്ങി വന്നിട്ട് യോഹന്നാനോട് വീട് പറയുകയാണ്, യോഹന്നാനെ, ഞാൻ മരിച്ചവനായിരുന്നു. നിങ്ങളതൊക്കെ ഈ അധ്യായങ്ങളെ വീട്ടിലിരുന്ന് പിന്നീട് ഒന്ന് വായിക്കണേ. 1-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ പറയുക, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. അടുത്ത വീട്, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. മരണത്തിന്റെയും പാതാളത്തിന്റെയും. ഞാൻ അവിടെ ഒന്ന് നിന്ന് 1-2 ദൂതുകൾ പറഞ്ഞിട്ട് നമ്മൾ ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. വളരെ വേഗത്തിൽ ശ്രദ്ധിച്ചേ. യോഹന്നാൻ പത്മോസിൽ കിടക്കുമ്പോൾ യോഹന്നാന്റെ അകത്ത് സ്വാഭാവികമായിട്ട് ഒരു ചിന്ത വരും. നിങ്ങൾ ശ്രദ്ധിച്ചു, ഈ ശിഷ്യന്മാർ, ഈ സാഹചര്യം നമ്മളെ വല്ലാതെ സ്വാധീനിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു വീട്ടിൽ, ഒരു സാഹചര്യത്തിൽ ദീർഘകാലം നമ്മളായിരുന്നിട്ട് വേറൊരു സാഹചര്യത്തിലോട്ട് നമ്മൾ മാറ്റപ്പെട്ടാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാ. നിങ്ങളൊക്കെ ഈ ജെറ്റ് ലാഗ് ഒക്കെ ഒത്തിരി അനുഭവിക്കുന്നവരാണല്ലോ നിങ്ങൾ. നിങ്ങൾ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് വേറൊരു എന്തിനേറെ പറയണം, സിമ്പിൾ ആയിട്ട് പറയാം, നമ്മുടെ ആ സ്വന്തം കിടക്കയിൽ നിന്നൊന്ന് മാറി വേറൊരു കിടക്കയിൽ കിടന്നാൽ ഉറക്കം വരാത്തവർ ഇതിനകത്തിരിപ്പുണ്ടല്ലോ. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ അല്ലേ? എന്നിട്ട് ഞാനിടയ്ക്ക് ഞങ്ങള് ദേവദാസന്മാരൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട്, എത്ര 5 സ്റ്റാർ ഹോട്ടലിൽ പോയി മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ആൾക്കാർ ഫുഡ് വാങ്ങിച്ചു തന്നാലും വീട്ടിൽ വന്ന് ഇച്ചിരി കഞ്ഞിയും പയറും കഴിക്കുമ്പോൾ ഒരു സന്തോഷം, അതൊരു ഭയങ്കര സന്തോഷം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ അന്തരീക്ഷം, നിങ്ങൾ എന്താ അത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. നമ്മുടെ വീട്ടിൽ വന്ന ഒരു കാപ്പി കുടിക്കുക, നമ്മുടെ ആ അറ്റ്മോസ്ഫിയറിലോട്ട് വരിക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സന്തോഷമാണ്. അപ്പം അതെന്താ പ്രശ്നം എന്നറിയോ? നമ്മൾ ആ സാഹചര്യമായിട്ട് ദീർഘകാലങ്ങൾ ആ അറ്റ്മോസ്ഫിയറുമായിട്ട് നമ്മളങ്ങ്
ചേർന്നു പോയി ആ സാഹചര്യമായിട്ട്. ഇതുപോലെ ചില സാഹചര്യങ്ങൾ നമ്മളെ വല്ലാതെ കീഴടക്കാൻ സാധ്യതയുണ്ട്. ഈ ശിഷ്യന്മാർ യേശു ഇല്ലാതെ പടക് യാത്ര ചെയ്തപ്പോ കാറ്റടിച്ചു, തിരമാലയടിച്ചു, ഒരു രാത്രി മുഴുവൻ തണ്ടു വലിച്ചു മടുത്തു. അവസാനം വലിയെല്ലാം നിർത്തി. അതിനകത്ത് ഞാൻ പണ്ടൊരു ദേവദാസൻ പ്രസംഗിച്ച് കേട്ട ഒരു ദൈവശബ്ദം എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ച, അതിനകത്ത് പറഞ്ഞത് ഇങ്ങനെ, ഈ തണ്ടു വലിച്ചു മടുത്തെന്ന് പറഞ്ഞ ഇത് രക്ഷപ്പെടാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചു, ഇനി എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അപ്പൊ ഈ വലിയെല്ലാം നിർത്തി. ഇനി അതിന് ഭയങ്കര ഒരു അർത്ഥമുണ്ട് കേട്ടോ. ഇനി വരുന്നത് വരട്ടെ, മരണമെങ്കിൽ മരണം, ജീവനെങ്കിൽ ജീവൻ എന്ന് പറഞ്ഞാൽ മരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. കർത്താവ് പറഞ്ഞിട്ടല്ലേ ഇറങ്ങിയത്, കർത്താവ് പറഞ്ഞിട്ടാണല്ലോ പോയത്. ഇനി എന്തു വന്നാലും സഹിക്കാൻ തയ്യാറാണെന്നുള്ള ഒരു മനോഭാവത്തിൽ നിൽക്കുമ്പോഴാണ് കർത്താവ് ഇറങ്ങി വന്നേ, അവർക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വന്നേ. അപ്പോ ചില സാഹചര്യങ്ങൾ നമ്മളെ നമ്മുടെ മുകളിൽ സ്വാധീനം ചെലുത്തി, അല്ലെങ്കിൽ നമ്മളെ ആ സാഹചര്യത്തിന് അടിമപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ആമേൻ നമുക്കൊരു ചിന്തയുണ്ടാവും, ഇനി ഇവിടുന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമുക്കില്ല, ഇനി ഇവിടുന്ന് ഒരു ഉയർപ്പ് നമുക്കില്ല, ഈ സാഹചര്യത്തിൽ നമ്മൾ അവസാനിക്കാൻ പോവുകയാണ്. ചിലര് പറഞ്ഞിട്ടില്ല, ഓ ഇങ്ങനെയൊക്കെ അങ്ങ് തീരും, ഇങ്ങനെയൊക്കെ അങ്ങ് അവസാനിക്കും, ഈ രോഗം എൻ്റെ അവസാനമാണ്, ഈ കഷ്ടത എൻ്റെ അവസാനമാണ്, ഈ പ്രയാസം എൻ്റെ അവസാനമാണ് എന്ന് ആരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയാൻ വേണ്ടി മാത്രമാണ് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഈ സമയത്ത് എന്നെ ഈ പ്ലാറ്റ്ഫോമിൽ അയച്ചതെന്ന് പൂർണ്ണ വിശ്വാസത്തോടെ ആ വാക്ക് ഞാൻ നിങ്ങളിലേക്ക് കൈമാറട്ടെ. ഒന്നും നിന്റെ അവസാനമല്ല. ആമേൻ. ഒന്നും നിന്റെ അവസാനമല്ല. നിന്റെ അവസാനം തീരുമാനിക്കുന്നത് ആമേൻ നിന്റെ ചികിത്സിക്കുന്ന ഡോക്ടറോ നിന്നെ കുറിച്ച് പറഞ്ഞ വ്യക്തികളോ അല്ല, നിന്നെ നിർമ്മിച്ച ഒരു ഉടയവനുണ്ട്. പ്രവാചകൻ പറയുന്നു, അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുന്നമേ, പിണ്ടാകാരമാകുന്നതിന് മുന്നമേ എന്നെ പേർ ചൊല്ലി വിളിച്ചൊരു ദൈവമുണ്ട്. ഇന്ന് ഈ സമയം ഞാൻ തുറന്ന മനസ്സോടെ നിങ്ങളുടെ ഒരു മകന്റെ സ്ഥാനത്തോ സഹോദരന്റെ സ്ഥാനത്തോ നിന്നുകൊണ്ട് പറയട്ടെ, നിന്റെ ഡെസ്റ്റിനി തീരുമാനിക്കുന്നത് ഡോക്ടർ അല്ല, നിന്റെ ഡെസ്റ്റിനി തീരുമാനിക്കുന്നത് വ്യക്തികളല്ല, നിന്റെ ഡെസ്റ്റിനി തീരുമാനിക്കുന്ന ഏതെങ്കിലും ആഭിചാരകനോ മന്ത്രവാദിയോ പൈശാചിക ശക്തികളോ അല്ല. നിന്റെ ഡെസ്റ്റിനി തീരുമാനിക്കുന്നത് നിന്നെ വിളിച്ച് വേർതിരിച്ച് അവന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി അവന്റെ പുത്രനും അവന്റെ മക്കളാക്കി അബ്ബാ പിതാവേ എന്ന് വിളിപ്പാൻ അവൻ ഏത് സമയത്തും കൃപാസനത്തോട് അടുത്തിയെന്ന് അബ്ബാ പിതാവേ എന്ന് വിളിപ്പാൻ പുത്രത്വത്തിന്റെ ആത്മാവിനെ നിന്റെ മേലും എൻ്റെ മേലും പകർന്ന ആ ദൈവമാണ് നമ്മുടെ ഡെസ്റ്റിനി തീരുമാനിക്കുന്നത്. വിശ്വസിക്കുന്നവർ ഉണ്ടെങ്കിൽ ആദരം തുറന്നൊരു ആമേൻ പറയണം. ഹല്ലേലൂയ. യോഹന്നാൻ പത്മോസിന്റെ ഏകാന്തതയിൽ കിടക്കുമ്പോൾ മരണമല്ലാതെ ഇനി വേറൊന്നും മുമ്പിലില്ല. നിങ്ങൾ ശ്രദ്ധിച്ച, മുമ്പിൽ കിടക്കുന്ന അസ്ഥികുമ്പാരങ്ങൾ സൂചിപ്പിക്കുന്ന എന്താ? ഇവിടെ മരിച്ചവരുടെ ചരിത്രങ്ങളാണ്. ആമേൻ. ഹല്ലേലൂയ. ഇനി മുമ്പോട്ടൊരു ജീവിതമില്ല. ഇവിടം കൊണ്ട് സകലതും തീരുകയാണ്. ശുശ്രൂഷ അവസാനിച്ചു, പ്രാർത്ഥന അവസാനിച്ചു, വെളിപ്പാടുകൾ അവസാനിച്ചു, ദർശനങ്ങൾ അവസാനിച്ചു, സകലതും തീർന്നു. എന്റെ ഭാഷയെ ഞാൻ പറഞ്ഞാൽ പത്മോസ് വാസ് എ ബറിയൽ ഗ്രൗണ്ട്. പത്മോസ് ഒരു ആമേൻ ബറിയൽ ഗ്രൗണ്ട് ആണ്. പത്മോസ് ആമേൻ മരണത്തിന്റെ ആമേൻ അവസാന നിമിഷങ്ങളാണ്. പലതിനെ തകർത്ത ചരിത്രമുള്ള മണ്ണാണ്, പലതും ഉടഞ്ഞുപോയ മണ്ണാണ്. പക്ഷെ സ്വർഗം പറഞ്ഞു, ആമേൻ യോഹന്നാനെ, ഇത് നിനക്ക് ബറിയൽ ഗ്രൗണ്ട് അല്ല, നിനക്കിത് റെവലേഷന്റെ, നിനക്കിത് വെളിപ്പാടിന്റെ തുറവുകളാണ്, വെളിപ്പാടിന്റെ ആമേൻ ഓപ്പൺ ഡോറുകളാണ്. ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയട്ടെ, പല സാഹചര്യങ്ങളും നിങ്ങളുടെ തകർച്ചയാണെന്ന് പലരും നിങ്ങളെ നോക്കി വെല്ലുവിളിക്കും. അയ്യോ അവിടെ ആ തലമുറ തകർന്ന, സത്യമാണ്, മറ്റുള്ളവർ തകർന്നിട്ടുണ്ട്. പക്ഷെ ആമേൻ നമ്മുടെ തലമുറ തകരാൻ സ്വർഗം അനുവദിക്കില്ല. പല ശുശ്രൂഷകളും തകർന്നിട്ടുണ്ട്. പക്ഷെ ദൈവദാസന്മാരെ, ആമേൻ ദൈവദാസിമാരെ, നിങ്ങൾ തകരാൻ സ്വർഗം അനുവദിക്കില്ല. എന്താ കാരണം എന്നറിയാമോ? ആമേൻ നിങ്ങളെ വിളിച്ചൊരു ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് ഈ സമയം ഞാൻ ആത്മാർത്ഥമായി ദൂത് പറയുകയാണ്. ആമേൻ. പലതിന്റെയും അവസാനം കണ്ട മേഖലകൾ നിന്റെ അവസാനമല്ല, നിന്റെ ആരംഭമാക്കി മാറ്റാൻ ഇന്ന് പകല് സ്വർഗം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുകയാണ്. വിശ്വസിക്കാൻ കഴിയുന്നവർ ആമേൻ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കണം. ആമേൻ. പലതും തകർന്നത് ചരിത്രങ്ങളുണ്ട്, പലതും അവസാനിച്ച ചരിത്രമുണ്ട്. പലരുടെയും തലമുറകൾ തകർന്നു, പലരുടെയും രോഗങ്ങൾ അവരെ കൊന്നുകളഞ്ഞു. പക്ഷെ ഇന്ന് പകലിൽ പറ, ഇല്ല, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ ഉള്ളവൻ
ഹുറാബാഹന്തൽക്കമാനിയാർത്ഥന ഇന്ന് രാവിലെ എനിക്ക് വേണ്ടി ഇറങ്ങി വരികയാണ്. ഞാൻ ആ വാക്യം വായിച്ചപ്പോൾ എൻ്റെ അകത്ത് ഭയങ്കര ഒരു സന്തോഷം തോന്നി കേട്ടോ. യോഹന്നാനോട് സ്വർഗം പറയാണേ, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്ന് പറഞ്ഞാൽ അവൻ ക്രൂശീകരണം കഴിഞ്ഞ് മരിച്ച് എന്നെ അടക്കം ചെയ്ത് അരിമത്യയിലെ യോസേപ്പിന്റെ കല്ലറയിൽ അടക്കം ചെയ്ത് അവൻ 3 ദിവസം കല്ലറയ്ക്കകത്ത് അടയ്ക്കപ്പെട്ട ഞാൻ 3-ാം ദിവസം അവൻ ഇനി ഞാൻ വീണ്ടും വരുമെന്ന് പറഞ്ഞ് ഉയർത്തെഴുന്നേറ്റപ്പോൾ ഞാൻ വെറും കൈയോടല്ല യോഹന്നാന് വന്നത്. എൻ്റെ കയ്യിൽ ഒരു താക്കോലുണ്ട്, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ. എന്താ അതിനർത്ഥം എന്നറിയാമോ? പിശാചിന്റെ കൈവശം വരുന്ന ഈ താക്കോൽ ഞാൻ എടുത്തുകൊണ്ട് വന്നത് എന്തിനാണെന്നറിയാമോ? നിന്നോട് ഇത് സൂചിപ്പിക്കുന്ന എന്തിനാണെന്നറിയാമോ? അമ്മൻ ഈ ബറിയൽ ഗ്രൗണ്ടിൽ ഈ ഈ ഈ ഈ മരണത്തിന്റെ താഴ്വരയിൽ നീ കിടക്കുമ്പോഴും നീ മരിക്കണമോ എന്ന് ചിന്തിക്കുന്നത് ഡൊമീഷ്യൻ ചക്രവർത്തിയല്ല. നീ മരിക്കണമോ എന്ന് ചിന്തിക്കുന്നത് അമൻ 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 നീ മരിക്കണമോ എന്ന് അമൻ അലലിയ വിധി എഴുതുന്ന ഏതെങ്കിലും ചക്രവർത്തികളോ ഡോക്ടർമാരോ അല്ല. നിന്റെ മരണത്തിന്റെ താക്കോൽ എന്റെ കരത്തിലാണ്. ഞാൻ വിചാരിക്കാത്രത്തോളം കാലം എന്റെ അമൻ പൂർത്തീകരണം, എന്റെ പ്രവൃത്തി പൂർത്തീകരിക്കാത്തടത്തോളം കാലം ഒരു മരണത്തിന്റെ ശക്തികൾക്കും നിന്നെ തൊടാൻ കഴിയില്ല. എനിക്കറിയില്ല ഇതാരോടാ സംസാരിക്കുന്നത്, പക്ഷെ പരിശുദ്ധാത്മാവിനോട് ശക്തമായി ഇടപെടുന്ന ദൈവിക ശബ്ദങ്ങൾ ഞാൻ അങ്ങനെ തന്നെ കൈമാറുകയാണ്. അമൻ ഇത് നിന്റെ അവസാനമാണെന്ന് വിധി എഴുതിയ ചില സാഹചര്യങ്ങളുടെ നടുവിൽ ഇന്ന് പരിശുദ്ധാത്മാവ് പ്രവചനാത്മാവിൽ ദൂത് കൈമാറുകയാണ്. ഇത് നിന്റെ അവസാനമല്ല ബ്രദർ, ഇത് നിന്റെ അവസാനമല്ല സിസ്റ്റർ, ഇത് നിന്റെ അവസാനമല്ല അങ്കിളെ, ഇത് നിന്റെ അവസാനമല്ല ആന്റി. ആമേൻ. അതിന്റെ നടുവിൽ ആമേൻ സ്വർഗത്തിന്റെ മരണത്തിന്റെ താക്കോലുമായി, പാതാളത്തിന്റെ താക്കോലുമായി, അതിന്റെ മേൽ അധികാരമുള്ളവൻ, മരണത്തെ ജയിച്ചവൻ. മരണമേ നിന്റെ ജയം എവിടെ? ആമേൻ. ആമേൻ. മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിച്ച് മരണത്തെ ജയിച്ച കർത്താവ് ഇന്ന് നിന്റെ വിഷയത്തിന്റെ നടുവിൽ ഇറങ്ങി വരുമെന്ന് ഞാൻ ആത്മാവിൽ ദൂത് പറഞ്ഞാൽ അതിനാമേൻ പറഞ്ഞ് സ്വീകരിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ന് ആമേൻ ഈ സമയം ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യണം. ആമേൻ. നിന്റെ അവസാനമല്ല, ആമേൻ തകർച്ചയല്ല, മറിച്ച് ദൈവത്തിന്റെ കരം വെളിപ്പെടുന്ന സമയങ്ങളാണ്. ഹല്ലേലൂയ. മറ്റുള്ളവർ ചിന്തിച്ചേക്ക ഈ പ്രശ്നത്തെ തീരും. ആമേൻ. തീർന്ന ചരിത്രങ്ങളുണ്ട്. ആമേൻ. ആ ക്യാൻസർ വന്ന് ആമേൻ തകർന്ന് ഒത്തിരി പേരുണ്ട്. ഇന്നലെ രാത്രി ഞാൻ ഈ റൂമിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ സഹോദരനുണ്ട്, ഞങ്ങള് ആമേൻ ഒരു ദേവദാസനോട് പ്രാർത്ഥിച്ചപ്പോൾ ഒരു വീട് പറയായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ തമിഴ്നാട്ടില് അറുപ്പക്കോട്ട എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു, ശിവകാശിക്ക് അടുത്ത്. ഞാൻ അവിടെ 3 ദിവസത്തെ കൺവെൻഷന് പ്രസംഗിക്കാനായിട്ട് പോയതാണ്. അവിടെ ചെന്നപ്പോൾ ഞായറാഴ്ച ആമേൻ തിരുമേശ് നടക്കുമ്പോൾ, കത്രിമേശ് നടക്കുമ്പോൾ, കമ്മ്യൂണിയൻ സർവീസ് നടക്കുമ്പോൾ ആമേൻ ആ ദേവദാസൻ ഞങ്ങളെയും കൂടെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചു. ആ വീഞ്ഞും ആ അപ്പവും കയ്യിലെടുത്ത് അത് കഴിക്കുന്നതിന് മുമ്പ് ആ ദേവദാസൻ പറഞ്ഞൊരു സാക്ഷ്യം എന്നെ വല്ലാതെ കരയിപ്പിച്ചു കേട്ടോ. ഒരു മനുഷ്യൻ ആമേൻ തൻ്റെ ശരീരത്തിൽ ഒരു ഭാഗം ക്യാൻസർ വന്ന് മുറിച്ചു കളഞ്ഞു. ആമേൻ. എന്നിട്ട് ആ മനുഷ്യൻ വല്ലാത്ത ഭാരത്തിലിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഈ ആമേൻ ആഹാരം കഴിക്കാൻ പറ്റത്തില്ല, അദ്ദേഹത്തിന് നല്ല രീതിയിൽ നടക്കാൻ പറ്റത്തില്ല, യാത്ര ചെയ്യാൻ പറ്റത്തില്ല, ശരീരത്തിന്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. അദ്ദേഹത്തോടൊരു ദേവദാസൻ പറഞ്ഞു, വിശ്വാസത്താൽ ഒരു 40 ദിവസം ആമേൻ നിങ്ങൾ പ്രാർത്ഥിച്ച് ആമേൻ ഈ കത്രുമേശ എടുക്കാൻ പറഞ്ഞു, തിരുമേശ എടുക്കാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ആമേൻ ആ രക്തവും ആ മാംസവും ആ അപ്പവും കഴിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാ, 40 ദിവസം ഇദ്ദേഹം വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവദാസന്മാർ ചേർന്ന് ഈ തിരുമേശ എടുത്തു, കത്രുമേശ എടുത്തു. കുറച്ച് ദിവസം കഴിഞ്ഞ് സ്കാനിങ്ങിന് ചെന്നപ്പോൾ അങ്ങനെ ഒരു ഭാഗം കട്ട് ചെയ്തത് പോലും അവിടെ കാണാനില്ലാതെ കംപ്ലീറ്റ്ലി ഹീലായി. അതാണ് വചനം പറഞ്ഞ്, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഇന്ന് രാവിലെ ഞാനൊരു ദൂത് പറയട്ടെ. അവൻ നിന്റെ ഡെസ്റ്റിനി തീരുമാനിക്കുന്ന ഏതെങ്കിലും വ്യക്തികളല്ല. അവൻ മരിക്കണമോ എന്ന് തീരുമാനിക്കുന്ന ഏതെങ്കിലും വ്യക്തികളല്ല. തലമുറ എങ്ങനെയാകണമെന്ന് നമ്മളൊക്കെ ചിന്തിക്കും, ഇത്രയും നാളായിട്ടും പ്രാർത്ഥിച്ചിട്ടും വിടുതലില്ല, ഇനി ഇങ്ങനെ അങ്ങ് പോകട്ടെ. പക്ഷെ ഞാൻ തുറന്ന മനസ്സോടെ പറയാം, വിട്ടുകൊടുക്കരുത് കേട്ടോ, വിട്ടുകൊടുക്കില്ല. അവസാന ശ്വാസം വരെ വിട്ടുകൊടുക്കല്ലേ. നിങ്ങളുടെ തലമുറ എങ്ങനെ ആകണമെന്ന് ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്. നിങ്ങൾ എങ്ങനെ ആകണമെന്ന് ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്. നിങ്ങളുടെ ഭാവി എന്താകുമെന്ന് ദൈവം പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്. നിങ്ങളുടെ ജോലി എന്താകുമെന്ന് ദൈവം പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്. നിങ്ങളുടെ കുടുംബം എങ്ങനെ ആകുമെന്ന് ദൈവം പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്. അത് നിറവേറുന്നത് വരെ വിട്ടുകൊടുക്കരുത്, വിട്ടുകൊടുക്കരുത്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ വിട്ടുകൊടുക്കാതെ എന്റെ മേൽ അത് നടപ്പാകണം എന്ന് തീരുമാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു.
അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന മനസ്സോടെ ഞാൻ പറയാം, നിനക്ക് വേണ്ടി സ്വർഗം ഇറങ്ങി വന്നേ പറ്റത്തുള്ളൂ. ഇറങ്ങി വന്നിരിക്കും. ആർക്കു വേണ്ടി വന്നില്ലെങ്കിലും ഇന്ന് രാവിലെ സ്വർഗം ഇറങ്ങി വരുന്ന പകലാണ്. വിശ്വസിക്കുന്നവർ ഉണ്ടെങ്കിൽ അധരം തുറന്ന് ദൈവത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യണം. ശ്രദ്ധിച്ചേ, യോഹന്നാൻ പത്മോസിന്റെ ഏകാന്തതയിൽ കിടക്കുമ്പോൾ അവൻ കൂടെ വരാൻ ആരുമില്ല, മാനുഷിക ശബ്ദങ്ങളില്ല. അവിടെ സ്വർഗം ഇറങ്ങി വന്നിട്ട് പറയാണ്, യോഹന്നാനെ, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കയ്യിലാണ്. അതിനർത്ഥം നീ എന്ന് മരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഡൊമീഷൻ അല്ല, മരണത്തിന്റെ താഴ്വരയിലാണ് നീ കിടക്കുന്നേ. പക്ഷെ വിധി നിനക്കെതിരാണ്, സാഹചര്യം നിനക്കെതിരാണ്. ഞാൻ അതിനെക്കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദൈവം എന്നെ ചിന്തിപ്പിച്ചൊരു വിഷയമുണ്ട്. കണ്ണിന്റെ മുമ്പിൽ മരണം, കേൾക്കുന്നത് പ്രശ്നം, കാണുന്നത് പ്രശ്നം, അനുഭവിക്കുന്നത് പ്രശ്നം, മുഴുവൻ പ്രശ്നങ്ങളാണ്, മുഴുവൻ തകർച്ചകളാണ്. പക്ഷെ അതിന്റെ നടുവിൽ സ്വർഗം ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, യോഹന്നാനെ, നിന്റെ ഡെസ്റ്റിനി തീരുമാനിക്കുന്നത്, നിന്റെ വിധി തീരുമാനിക്കുന്നത് മാനുഷിക ശബ്ദങ്ങളല്ല, അതിന്റെ നടുവിൽ ഞാൻ ഇറങ്ങി വരികയാണ്. ഇന്ന് പകൽ ഈ പൈശാചിക വിധികളെ കീറിക്കളയുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഞാൻ വളരെ ശാന്തമായ ഒരു ദൂത് പറഞ്ഞാൽ അതിനാമേൻ പറയാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ദൈവം എഴുതിയ വിധിക്കെതിരെ, ദൈവം തീരുമാനിച്ച തീരുമാനങ്ങൾക്കെതിരെ മനുഷ്യൻ എഴുതിയ സകല വിധികളും. അതുകൊണ്ട് ബൈബിൾ പറയുന്നത്, ദുഷ്ടന്റെ ആശ നശിച്ചു പോകും, അവൻ പല്ലുകടി ചുരുങ്ങിപ്പോകും. ദുഷ്ടന്റെ ആശകളെല്ലാം നശിക്കും. അവന്റെ ആഗ്രഹം നമ്മൾ തകരണമെന്നും, നമ്മുടെ തലമുറ ഉടയണമെന്നും, നമ്മുടെ കുടുംബം ശിഥിലമാകണമെന്നും, നമ്മുടെ ശുശ്രൂഷകൾ തകരണമെന്നും. ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിച്ച്, എപ്പോഴും നമ്മൾ ഉയരാൻ തുടങ്ങുമ്പോഴാണ് പ്രശ്നം, നമ്മുടെ ശുശ്രൂഷ ഉയരാൻ തുടങ്ങുമ്പോഴാണ് പ്രശ്നം, നമ്മുടെ ജോലി ഉയരാൻ തുടങ്ങുമ്പോഴാണ് പ്രശ്നം. നമ്മൾ പ്രാർത്ഥനയിൽ പോരാടി. ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയോ ആരോടോ ഇങ്ങനെ പറഞ്ഞു, ഇതുവരെ പ്രാർത്ഥിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളൊരു തീരുമാനം എടുത്തു നോക്കിയേ, ഇന്നു മുതൽ ഞാൻ 1-2 മണിക്കൂർ പ്രാർത്ഥിക്കാൻ പോവാന്ന്. അന്നേരം തുടങ്ങും പ്രശ്നം. അന്നേരം വരാത്ത ഫോൺ കോളുകൾ വരും, വരാത്ത ഗസ്റ്റുകൾ വരും, വരാത്ത പ്രശ്നങ്ങൾ വരും. കാരണം പിശാചിനെ നന്നായിട്ട് അറിയാം നമ്മൾ പ്രാർത്ഥിച്ച വിടുതൽ നടക്കുമെന്ന്. സ്തോത്രം പറ. നമ്മൾ ആരാധിച്ച വിടുതൽ നടക്കുമെന്ന് പിശാചിനെ നന്നായിട്ട് അറിയാം. ആമേൻ, ഹല്ലേലൂയ. ഞങ്ങള് ദൈവദാസന്മാരോടൊക്കെ ചോദിച്ചറിയാം. ആരും അറിയാത്ത കാലത്ത് ഒരു പ്രശ്നമില്ലായിരുന്നു, വളരെ ശാന്തമായിട്ട് ഇങ്ങനെ കൂളായിട്ടൊക്കെ പോകുമായിരുന്നു. പക്ഷെ ശുശ്രൂഷയിലോട്ടൊന്ന് വർദ്ധിച്ചു വരുമ്പോ തോന്നുന്നത്, എവിടുന്നൊക്കെയാ പോരാട്ടങ്ങൾ, എവിടുന്നൊക്കെ കൂടെ നിൽക്കുന്നവരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലോട്ട് മാറ്റപ്പെടും. കാരണം എന്താണെന്നറിയാമോ? ഈ ഒന്നും അല്ലാത്ത കാലഘട്ടത്തിൽ ഞാൻ എപ്പോഴും പറയും, ഈ കന്യാകുമാരി വരെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴേ ഇഷ്ടംപോലെ ഈ അനാഥരായി നടക്കുന്ന, ആർക്കും വേണ്ടാതെ നടക്കുന്ന, മാനസിക നില തെറ്റിയ ഒത്തിരി പേരെ കാണാം. മുടിയൊക്കെ ഇങ്ങനെ ജട പിടിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇവർക്കൊന്നും ഒരു പനി വരത്തില്ല, ഒരു അസുഖം വരത്തില്ല. കോവിഡിന്റെ സമയത്ത് ഇവരൊരു മാസ്ക് പോലും വെച്ചിട്ടില്ല, ഇവർക്കൊന്നും ഒരു പ്രശ്നം വരത്തില്ല. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കാരണം ആർക്കെങ്കിലും ഒക്കെ വേണ്ടവനെയാണ് പിശാച് എപ്പോഴും തകർക്കാൻ ശ്രമിക്കുന്നത്. ആമേൻ. മറ്റാർക്കും ഇല്ലാത്ത വിളി വരുമ്പോഴാണ്. ഈ യേശു കർത്താവ് 30 വർഷം അടങ്ങിയിരുന്നപ്പം പിശാചിന് ഒരു നോട്ടവും ഇല്ലായിരുന്നു. 30-ാമത്തെ വർഷം യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് സ്വർഗം തുറന്ന്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ നിമിഷം മുതൽ പിശാച് ഉണർന്നു. പിന്നെ 40 ദിവസം യേശു മരുഭൂമിയിൽ ഉപവാസമാണ്, നിഴല് പോലെ അവന്റെ കൂടെ ഉണ്ട്. ആമേൻ. അപ്പൊ നമ്മൾ ആരെങ്കിലും ഒക്കെ ആണെന്ന് വെളിപ്പെടുന്ന സമയത്താണ് പോരാട്ടങ്ങൾ ആരംഭിക്കുന്നത്. ഞാൻ തുറന്ന മനസ്സോടൊരു കാര്യം പറയട്ടെ, പോരാട്ടം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ശക്തിയില്ലാത്തത് കൊണ്ടല്ല, നിങ്ങൾക്ക് ശക്തി ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾക്കെതിരെ പിശാച് എഴുന്നേൽക്കുന്നത് നിങ്ങൾ വീക്ക് ആയതുകൊണ്ടല്ല, നിങ്ങൾ സ്ട്രോങ് ആയതുകൊണ്ടാണ്. വീക്കായ ആരെ എന്തിനാ തകർക്കുന്നേ? നത്തിങ്. അങ്ങനെ ഒരു ചിന്തയില്ല. സ്ട്രോങ്. നിങ്ങൾ ആത്മാവിൽ ബലപ്പെടുന്നതാണ് പിശാചിന്റെ ഏറ്റവും വലിയ ഭയം.
നിങ്ങൾ ശുശ്രൂഷയിൽ, നിങ്ങൾ പ്രാർത്ഥനയിൽ, നിങ്ങൾ എല്ലാ മേഖലകളിലും ഉയരുന്നതാണ് പിശാചിന്റെ ഭയം. അതുകൊണ്ടാണ് അവൻ തകർക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ നിങ്ങൾ യോഹന്നാനെയൊക്കെ ശ്രദ്ധിച്ച, യോഹന്നാന്റെ ചരിത്രമൊക്കെ പഠിച്ചാൽ ഇത് 1 മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. എന്നാലും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന്, ദൈവദാസന്മാർക്കൊക്കെ അറിയാം, ആമേൻ, ഒന്ന് സൂചിപ്പിച്ച് വിടുക. യോഹന്നാന്റെ ചരിത്രം നിങ്ങൾ പഠിച്ച് യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് വളരെ ശാന്തമായി പ്രസംഗിക്കുന്ന ഒരു മനുഷ്യനാണ്. ഞങ്ങൾ പാസ്റ്റർമാരെ പോലെ ഒച്ചയില്ല, ബഹളയില്ല, ഒന്നുമില്ല, വളരെ കൂളാണ്, വളരെ ശാന്തമാണ്. പക്ഷെ എന്നിട്ടും ഇത്ര ഈ 90 വയസ്സിലും അല്ലെങ്കിൽ പ്രായാധിക്യമുള്ള ഈ മനുഷ്യനെ പിശാചിന് ഭയമാ. എന്താ പറഞ്ഞ, എന്താ ഭയം, എന്താ പറഞ്ഞ, എന്താ കാരണം, എന്താ പത്മോസ് തള്ളിയിടാൻ? ആമേൻ. ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോഴും, ആമേൻ, വളരെ ശാന്തമായി പറയുമ്പോഴും ജനങ്ങൾ വിടുവിക്കപ്പെടുന്നു. അപ്പം നിന്റെ ശുശ്രൂഷയാണ് പിശാചിന് ഭയം, പ്രാർത്ഥനയാണ് പിശാചിന് ഭയം, ആരാധനയാണ് ഭയം, ആ പൊസിഷനാണ് ഭയം. ഇന്ന് പകലിൽ പറയണം, ഇതെന്റെ അവസാനമല്ല. അതരം തുറന്ന് പറയണം, ഇതെന്റെ അവസാനമല്ല, എൻ്റെ തലമുറയുടെ അവസാനമല്ല. എൻ്റെ ഡെസ്റ്റിനി തീരുമാനിക്കുന്നത് മനുഷ്യനല്ല. എൻ്റെ ഡെസ്റ്റിനി തീരുമാനിക്കുന്നത് പിശാചല്ല. എൻ്റെ വിധി നിർണയിക്കുന്നത് ഏതെങ്കിലും വ്യക്തികളല്ല. എൻ്റെ വിധി നിർണയിക്കുന്ന ഒരു സ്വർഗം എനിക്കുണ്ട്. അവൻ ഇന്ന് ഈ പ്രശ്നത്തിന്റെ നടുവിൽ എനിക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന് ഖമാനിയാർത്ഥന വിശ്വസിക്കുന്നവർ ഉണ്ടെങ്കിൽ അതരം തുറന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ആമേൻ. യോഹന്നാൻ പത്മോസിന്റെ ഏകാന്തതയിൽ കിടക്കുമ്പോൾ സ്വർഗം ഇറങ്ങി വന്നു സർവ്വതേജസ്സോടെ. നമ്മൾ ആ വിഷയം സംസാരിച്ചു. സർവ്വതേജസ്സോടെ ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, ആമേൻ, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കയ്യിലുണ്ട്. അതിനർത്ഥം യേശു സ്നേഹിച്ച ശിഷ്യനാണ് യോഹന്നാൻ. യേശു സ്നേഹിച്ച ശിഷ്യനാണ്. യേശു സ്നേഹിച്ച ഈ ശിഷ്യൻ ഒരു പ്രശ്നത്തിൽ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അതൊരു ഭയങ്കര അർത്ഥമുള്ള വാക്കാണ്. നമ്മളൊക്കെ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് അല്ലേ? ഈ ലാസറിന്റെ കുടുംബത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പറയും, ലാസറിന്റെ കുടുംബം യേശുവിനെ സ്നേഹിച്ചു, പക്ഷെ യേശു ലാസറിന്റെ കുടുംബത്തെ സ്നേഹിച്ചു. അപ്പം അവിടെ ഒരു വലിയ ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ എന്നോട് പിണങ്ങത്തില്ലെന്ന് എൻ്റെ ഒരു വിശ്വാസം. ആമേൻ. നമ്മൾ തന്നെ അങ്ങ് ശോധന ചെയ്താൽ മതി. എല്ലാത്തിനും മറുപടി ഒന്നും പറയണ്ട. ചിലത് നമ്മൾ തന്നെ അങ്ങ് ശോധന ചെയ്താൽ മതി. നമ്മളെല്ലാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ശോധന ചെയ്താൽ മതി. ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ദൈവം നമ്മളെ സ്നേഹിക്കുന്നുള്ളത് കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്, നമ്മൾ വീഴാതെ നിൽക്കുന്നത്. ആമേൻ. പക്ഷെ കുറച്ചും കൂടെ നല്ലൊരു മറുപടി ഞാൻ അതിന് പറയട്ടെ. ഇയ്യോബിന് ദൈവത്തെ ഭയങ്കര വിശ്വാസമായിരുന്നു. അതുകൊണ്ടാണ് ഇയ്യോബ് തന്റെ അധരം കൊണ്ട് പോലും പാപം ചെയ്തില്ല എന്നാ ബൈബിൾ പറയുന്നത്. തന്റെ അധരം കൊണ്ട് പോലും, ഭാര്യ പറഞ്ഞു ഇതൊക്കെ വിട്ടിട്ട്, ആമേൻ, നാടൻ ഭാഷ പറഞ്ഞ നിങ്ങൾക്ക് പോയി മരിക്കാൻ മേലെ, എന്തിനാ ഇപ്പോഴും ഈ ദൈവത്തെ പിടിച്ചോണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഇയ്യോബ് പറഞ്ഞു, അങ്ങനെയൊന്നും പറയരുത്. ആമേൻ. ഈ നന്മ തന്ന ദൈവം തിന്മ തന്നാലും അത് സഹിപ്പാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഇയ്യോബ് അതരം കൊണ്ട് പോലും പാപം ചെയ്തില്ല. പക്ഷെ അത് ഇയ്യോബിനുള്ള വിശ്വാസമാണ്. പക്ഷെ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. പിശാചി ദൈവത്തിന്റെ അടുക്ക് ചെല്ലുമ്പോഴേ ദൈവം പറയുന്നുണ്ട്, ഞാൻ വേലി പൊളിച്ചു തരാം, നീ ഒന്ന് കയറി നോക്ക്, അവനെ ഒന്ന് തകർത്ത് നോക്ക്. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാം? എനിക്ക് തോന്നിയ ഒരു വേടി ഞാനങ്ങ് പറയാട്ടോ. ദൈവാത്മാവിൽ എനിക്ക് ദൈവം തന്ന ഒരു വേടി ഞാനങ്ങ് പറയാം. ഇയ്യോബിന് ദൈവത്തെ വിശ്വാസമായിരുന്നു, പക്ഷെ ദൈവത്തിന് ഇയ്യോബിനെയും ഭയങ്കര വിശ്വാസമായിരുന്നു. ഈ പ്രശ്നം വന്നാലും, ഈ കഷ്ടത വന്നാലും ഇവൻ എന്നെ തള്ളി പറയത്തില്ല. ആമേൻ. നിങ്ങൾ അബ്രഹാമിനെ നോക്കി. ദൈവം വീണ്ടും പരീക്ഷിച്ചത് എന്തെന്നാൽ, എന്തോ പരീക്ഷ? സ്വന്തം മകനെ യാഗമാക്കാൻ. എല്ലാം മടിയും പറഞ്ഞു. നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ താക്കോൽ എവിടാന്നറിയോ? നിങ്ങളുടെ കയ്യിലാണ്. ഞാൻ വളരെ ശാന്തമായിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ താക്കോൽ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ എന്താണോ തുറക്കുന്നത് അതാണ് നിങ്ങളുടെ അനുഗ്രഹം. ഒന്നും കൂടെ ഞാൻ പറയാം. നിങ്ങളും ദൈവവും തമ്മിലുള്ള വിശ്വാസത്തിൽ, ബന്ധത്തിൽ, നിങ്ങളുടെ വിശ്വാസത്തിൽ എന്താണോ നിങ്ങൾ തുറക്കുന്നത് അതാണ് നിങ്ങളുടെ അനുഗ്രഹം. അബ്രഹാം മകനെ യാഗം കഴിക്കാൻ ഒരു മടിയും കാണിച്ചില്ല. അവിടെയാണ് നീ ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്ക്, കടലിലെ മണൽത്തരികളെ നോക്ക്, അതുപോലെ നിന്റെ തലമുറകളെ വർദ്ധിപ്പിക്കുമെന്നുള്ള അനുഗ്രഹം ഓപ്പൺ ചെയ്തത് ആ ഒറ്റ പരീക്ഷയിൽ അബ്രഹാം ജയിച്ചപ്പോഴായിരിക്കും. എൻ്റെ ഒരു വിശ്വാസം. ആമേൻ. ഹല്ലേലൂയ. കഷ്ടതയ്ക്കകത്ത് തകരരുത്, പതറരുത്. അതാ ഞാൻ പറഞ്ഞേ, ഈ കഷ്ടത ചിലതൊക്കെ ദൈവം
നിങ്ങളുടെ ജീവിതത്തെ അനുവദിക്കുന്നത് നിങ്ങളെ ദൈവത്തിന് അത്രമാത്രം വിശ്വാസമുള്ളത് കൊണ്ടാണ്. ഞാൻ സുൽത്താൻ ബത്തേരിയിൽ ഒരു മീറ്റിങ്ങിന് പോയി. അതോടെ പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം, മുമ്പോട്ട് പോകും. ആമേൻ. സുൽത്താൻ ബത്തേരിയിൽ IPCയിൽ ഒരു മീറ്റിങ്ങിന് പോയി. അവിടെ ചെന്നപ്പോ ഞാൻ സ്റ്റേ ചെയ്ത ഒരു വീട്ടിലെ മകനും വൈഫും കുഞ്ഞുങ്ങളും, അവർ ബാംഗ്ലൂരാണ്. അവരന്ന് അവിടെ വന്നിട്ടുണ്ട്. ഞാൻ പോരാൻ നേരം അവരെൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നപ്പോ അവരുടെ ഇളയ കുഞ്ഞ് ഇച്ചിരി ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. അപ്പം ഞാനിങ്ങനെ അവനെ ഭയങ്കര രസമായിട്ട് എനിക്ക് ഇഷ്ടം തോന്നി. ഞാൻ അവനോടൊക്കെ സംസാരിച്ചപ്പം ആ സഹോദരി എൻ്റെ അടുത്ത് ചോദിച്ചു, പാസ്റ്ററെ, ഇവനെ കണ്ടിട്ട് പാസ്റ്റർക്ക് എന്തെങ്കിലും തോന്നുന്നു? ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ചൊന്നുമില്ല, നല്ല ചുറുചുറുക്കുള്ള ഒരു കൊച്ചു പയ്യനാണ്, നല്ല ആക്റ്റീവാണ്. എനിക്ക് ഇച്ചിരി കുസൃതിയുള്ള പിള്ളേരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവര് ഒരു രസമാണ്. അവര് എവിടെ ചെന്നാലും ഒരു അനക്കമൊക്കെ ഉണ്ട്. 4 പേര് അവര് ശ്രദ്ധിക്കും. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെയുള്ള പിള്ളേരെ. അപ്പൊ ഞാൻ അവനെ ഇങ്ങനെ തലോടുകയൊക്കെ ചെയ്ത് വർത്താനൊക്കെ പറയുമ്പോൾ എന്നോട് പറഞ്ഞു, പക്ഷേ ഇവൻ ജനിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവൻ ഓട്ടിസ്റ്റിക് ആയി, ഒരു ഓട്ടിസം ഉള്ള ഒരു കുഞ്ഞായിരുന്നു. ആമേൻ. ഞാൻ പറഞ്ഞു, അങ്ങനെ കണ്ടാ പറയത്തില്ലല്ലോ. എന്നോട് പറഞ്ഞു, അതാണ് സാക്ഷ്യം. ഞാൻ പറഞ്ഞു, പറയാൻ പറഞ്ഞു. ഉടനെ എന്നോട് പറഞ്ഞു, ഇവന് ഓട്ടിസം ഉണ്ടെന്ന് വിധി വന്ന സമയത്ത് ഞങ്ങള് എല്ലാ ദിവസവും ഈ കുഞ്ഞിന്റെ ദേഹത്ത് കൈവച്ച് ഹസ്ബൻഡും വൈഫും എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. ഞാൻ ചോദിച്ചു, എന്താ പ്രാർത്ഥിച്ച്? കർത്താവേ, ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളുടെ കയ്യിൽ ഈ മനോഹരമായ കുഞ്ഞിനെ ഞങ്ങൾ നോക്കുമെന്ന് കരുതി ഞങ്ങളെ വിശ്വസിച്ച് നീ തന്നതിന് ഞങ്ങൾ നന്ദി പറയും. നിങ്ങൾ കേട്ടോ ഞാൻ പറഞ്ഞ വാക്ക്? ഈ കുഞ്ഞിനെ ഞങ്ങൾ നോക്കുമെന്ന് കരുതി വിശ്വസിച്ച് ഞങ്ങളുടെ കയ്യിൽ തന്നതിന് നന്ദി പറയും. ഉടനെ അവര് പറഞ്ഞ വേട്, പക്ഷേ ഈ കുഞ്ഞിനെ ഞങ്ങൾ മാത്രം നോക്കിയാലേ ശരിയാകത്തുള്ളൂ. അതുകൊണ്ടാണ് ദൈവം ഞങ്ങൾക്ക് തന്നതെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. ആ കുഞ്ഞിപ്പം ഒരു നോർമൽ ബേബി പോലെ, ഒരു സാധാരണ കുഞ്ഞിനെ പോലെ ആ കുഞ്ഞു മാറി. നിങ്ങൾ വിശ്വസിച്ച് പറയുന്ന വാക്കുകൾക്കകത്ത് സ്വർഗം ഇറങ്ങി വരുന്നേ. അതിന് വലിയ ഞങ്ങള് പ്രാസംഗികരുടെ ഭാഷ ഭയങ്കര ഘോരഘോരം ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിളായിട്ട് കർത്താവ് നിങ്ങളുടെ ഹൃദയം അറിയാം. അതാ ഞാൻ പറഞ്ഞേ, നിങ്ങൾക്ക് ആ കഷ്ടത തന്നത് നിങ്ങളെ വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. ആ പ്രശ്നം നിങ്ങൾക്ക് അത് താങ്ങാൻ പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് അത് ഓവർകം ചെയ്യാൻ പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് അതിനെ ജയിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് തന്നിരിക്കുന്നത്. അത് ഉള്ളത് കൊണ്ടാണ് നമ്മളും ദൈവവും തമ്മിലുള്ള ആ ബന്ധം ആഴത്തിൽ നിൽക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ അതിനെ ഓവർകം ചെയ്തിരിക്കും, നിങ്ങൾ അതിനെ ജയിച്ചിരിക്കും. അങ്ങനെ ഒരു വിളിയാ നിങ്ങളുടെ മേൽ കിടക്കുന്നേ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരു ആമേൻ പറയണം. ആമേൻ. അതുകൊണ്ട് ഈ കഷ്ടത എന്റെ അവസാനമാണ്, ഈ പ്രശ്നം എന്റെ അവസാനമാണ്, ഈ രോഗം എന്റെ അവസാനമാണ് എന്നൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ തുറന്ന മനസ്സോടെ പറയട്ടെ, അല്ല, ഇത് നിങ്ങളുടെ അവസാനമല്ല. ആമേൻ. ഇത് ചില ആരംഭങ്ങൾ കുറിക്കുന്ന സമയമാണ്. ഈ കഷ്ടതകളുടെ അവസാനം നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത പുതിയ ആരംഭങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവർ ഇന്ന് രാവിലെ ദൈവത്തെ നന്ദിയോടെ, ഇന്ന് വൈകിട്ട് സമയമാണെങ്കിലും ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യണം. യോഹന്നാനോട് സ്വർഗം പറഞ്ഞു, ആമേൻ, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ആമേൻ. അതിങ്ങനെ വായിച്ചു വരുമ്പോ നമ്മള് വായിച്ച വാക്യത്തിലേക്ക് വരാം. ആമേൻ. ഹല്ലേലൂയ. അവസാനം സ്വർഗം പറഞ്ഞു, ഇവിടെ കയറി വാ, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. മേലാൽ സംഭവിപ്പാനുള്ളത് എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? യോഹന്നാനെ, ആമേൻ, നീ ഇവിടെ നിൽക്കുന്നത്, ഞാനതാ മുമ്പ് പറഞ്ഞ, നീ നിൽക്കുന്നത് ഒരു ബറിയൽ ഗ്രൗണ്ടിലാണ്. നീ നിൽക്കുന്നത് പലരെയും കൊന്ന് ചരിത്രമുള്ള മണ്ണിനകത്താണ്, പലരെയും അടക്കം ചെയ്ത മണ്ണിനകത്താണ്. പക്ഷേ അവിടെ ഞാൻ നിന്നോട് പറയുകയാണ്, കയറി വാ, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. എന്താ അതിനർത്ഥം? ഇതുവരെ തുറക്കാത്ത വാതിൽ പലർക്കും, ആമേൻ, പത്മോസിൽ തുറന്നത് മരണത്തിന്റെ വാതിലാണ്. പക്ഷെ യോഹന്നാന് ദൈവം തുറന്നു കൊടുത്തത് മരണത്തിന്റെ വാതിലല്ല, വെളിപ്പാടിന്റെ വാതിലാണ്, ദർശനങ്ങളുടെ വാതിലാണ്. ഇന്ന് ഈ സമയം തുറന്ന മനസ്സോടെ ഞാൻ പറയട്ടെ, ഈ കഷ്ടതയ്ക്കകത്ത് ഇതുവരെ കാണാത്ത ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ സ്വർഗം ഒരു വാതിൽ തുറക്കുമെന്ന് ഞാൻ പ്രവചിച്ച് ദൂത് പറഞ്ഞാൽ
നിങ്ങളുടെ തലയെ കൈവെക്കുന്നില്ലെന്നേ ഉള്ളൂ. ആത്മാവിൽ ഞാൻ ആ ദൂതങ്ങ് കൈമാറുകയാണ്. ആമേൻ. ഞാൻ ആത്മ കണ്ണുകൊണ്ട് കാണുന്നു. ആമേൻ. ഒരു കരം നിങ്ങളുടെ ശിരസിന്റെ മേൽ ഇറങ്ങുന്നത്, അത് ദൈവത്തിന്റെ കരമായി നിന്നുകൊണ്ട് ആമേൻ ഞാൻ ആത്മാവിൽ ആ ദൂത് കൈമാറുകയാണ്. നിന്റെ തകർച്ചയെന്ന് മനുഷ്യൻ വിധി എഴുതിയ സ്ഥാനത്ത് ഇതുവരെ കാണാത്ത വെളിപ്പാടുകൾ, ഇതുവരെ കാണാത്ത ദൈവപ്രവൃത്തികൾ, ഇതുവരെ കാണാത്ത ദൈവിക ദർശനങ്ങളുടെ ഡോറ് ഇന്ന് പകല് ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോകുകയാണെന്ന് ഞാൻ ആത്മാവിൽ ദൂത് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർ ഉണ്ടെങ്കിൽ ആമേൻ പറ. മനുഷ്യൻ അടയ്ക്കട്ടെ ബ്രദർ, മനുഷ്യൻ അടയ്ക്കട്ടെ സിസ്റ്റർ, മനുഷ്യൻ അടയ്ക്കട്ടെ, ആമേൻ. വ്യക്തികൾ അടയ്ക്കട്ടെ, ആഭിചാരകൻ അടയ്ക്കട്ടെ. പക്ഷെ നീ അത് കണ്ട് പേടിച്ചു നിൽക്കല്ല്. ഇന്ന് പകല് ദൈവം നീയും തമ്മിലുള്ള ബന്ധം ഒന്ന് ഉറപ്പിക്ക്. നീയും ദൈവവും തമ്മിൽ ഒരു ബന്ധം ഉണ്ടെങ്കിൽ നിന്റെ ഏത് കഷ്ടതയുടെ നടുവിലും സ്വർഗം ഇറങ്ങി വരും. ആ ബന്ധം ഉറപ്പിക്കണം. ആ ബന്ധം നഷ്ടപ്പെടല്, ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടല്. ഇന്ന് പകല് ആ ബന്ധം ഒന്ന് റെസ്റ്റോർ ആകട്ടെ. ആ ബന്ധം ഒന്ന് ആമേൻ ഉറപ്പിക്കട്ടെ. ആ ബന്ധത്തിൽ ഒന്ന് ചേർന്ന് നിൽക്കട്ടെ. ആ ദൈവ സ്നേഹവുമായി ഒന്നുകൂടൊന്ന് കണക്ട് ആക്കി. ഞാൻ തുറന്ന മനസ്സോട് പറയാം, ആമേൻ. ആര് വന്നില്ലെങ്കിലും മനുഷ്യൻ മാറിപ്പോവും, അപ്പം മാറിപ്പോവും, അമ്മ മാറിപ്പോവും, സഹോദരങ്ങൾ മാറിപ്പോവും, ബന്ധുമിത്രാദികൾ മാറിപ്പോവും, എല്ലാവരും മാറും. പക്ഷെ മാറാത്ത ഒരുവനുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളും ആശ്രയിക്കുന്ന, ആരാധിക്കുന്ന, ആമേൻ ഉയർത്തുന്ന യേശു മാത്രമാണ്. അവൻ നിന്റെ കഷ്ടതയിൽ ഇറങ്ങി വരും. അവൻ നിന്റെ വേദനയിൽ ഇറങ്ങി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ ശാന്തമായ ഞാനത് സംസാരിക്കുന്നത്. കാരണം എൻ്റെ വീട്ടിലാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ആമേൻ സിസ്റ്റമൊക്കെ ഉപയോഗിച്ച് ശബ്ദമൊക്കെ എടുക്കും. ഞാനൊരു റൂമില്ല. അതുകൊണ്ട് ആമേൻ വളരെ ശാന്തമായി നിങ്ങളോട് അത് കൈമാറുകയാണ്. ആമേൻ. സ്നേഹത്തോടെ, വളരെ സ്നേഹത്തോടെ. ഒന്നിനും നിന്നെ തകർക്കാൻ പറ്റത്തില്ല, ഒന്നിനും നിന്നെ ഉടയ്ക്കാൻ പറ്റത്തില്ല. കാരണം നിന്നെ വിളിച്ചത് സ്വർഗമാണ്. ദൈവത്തിന്റെ ശബ്ദത്തിന് വേണ്ടി നിന്ന, ഞാൻ പറയട്ടെ, ഒരായുസേ ഉള്ളൂ, ഒറ്റ ആയുസേ ഉള്ളൂ. നമ്മൾ അതിലാണ് വിശ്വസിക്കുന്നത്. ക്രിസ്ത്യാനിറ്റിയിൽ നമ്മൾ ഒറ്റ ആയുസിലാണ് വിശ്വസിക്കുന്നത്. ഇനി പുനർജന്മം ഉണ്ടെന്നോ മറ്റ് എന്തെങ്കിലും മൃഗമായിട്ട് നമ്മൾ വരുമെന്നോ മറ്റാരെങ്കിലും ഒക്കെ ആയിട്ട് വരുമെന്നോ ഒന്നും നമുക്ക് വിശ്വാസമില്ല. നമ്മൾ വിശ്വസിക്കുന്ന ഒറ്റ ആയുസ്, ഒറ്റ പർപ്പസ്, ഈ ഒരായുസ്. അത് മോശയുടെ കണക്ക് പറഞ്ഞാൽ 70 ഏറെ ആയാൽ 80. 80 ആയിക്കഴിഞ്ഞാൽ അതിന്റെ മുമ്പോട്ടുള്ളത് ഭയങ്കര പ്രശ്നമാണെന്നാ മോശ പറയുന്നത്. ആമേൻ. പക്ഷെ നമ്മൾ വിശ്വാസത്താൽ ദീർഘായുസിന് വേണ്ടിയൊക്കെ ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കും, പ്രായമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദീർഘായുസ് കൊടുക്കണം, ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുക്കണം. ആരോഗ്യമുള്ള ദീർഘായുസ്, ആരോഗ്യമുള്ള ദീർഘായുസ്. അതാണ് ഏറ്റവും പ്രാർത്ഥിക്കേണ്ട വിഷയം. ആമേൻ. ആരോഗ്യമുള്ള ദീർഘായുസ്. അപ്പം എന്ന് വരെ ജീവിച്ചിരിക്കും നമുക്കറിയില്ല. നാളെ എന്താ നടക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. ഒറ്റ ആയുസ്, ഒരേ ആയുസ്. ആ ആയുസ് ദൈവവുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിൽ ജീവിക്കണം, ദൈവ സ്നേഹത്തിൽ ജീവിക്കണം. പാടിയാൽ മാത്രം പോരാ. സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, സ്നേഹത്തിലൂടെ എല്ലാം ചെയ്യുവാൻ എന്നൊക്കെ നമ്മൾ പാടിയാൽ പോരാ. നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തിയാക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയോ പ്രസംഗിച്ച് പറഞ്ഞു, നിങ്ങൾ പ്രസംഗിക്കേണ്ട, നിങ്ങൾ സാക്ഷ്യം പറയേണ്ട, നിങ്ങൾ ജീവിച്ചാൽ മതി. സിമ്പിൾ. ജീവിച്ചു കാണിച്ചാൽ മതി. നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ ജീവിതം കണ്ടാൽ മറ്റുള്ളവർക്ക് തോന്നണേടാ ഇവനെന്തോ പ്രത്യേകത ഉണ്ടല്ലോ, ഇവൾക്ക് എന്തോ പ്രത്യേകത ഉണ്ടല്ലോ, നമ്മളെ പോലെ അല്ലല്ലോ. ഞാൻ എൻ്റെ മോൻ 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ അവനോട് എന്നും പ്രാർത്ഥിച്ചു വിടുമ്പോൾ പറയും, കർത്താവേ, അങ്ങേ അറിഞ്ഞവരും അറിയാത്തവരും തമ്മിലുള്ള വ്യത്യാസം എൻ്റെ കുഞ്ഞിലൂടെ വെളിപ്പെടണം. നമ്മളെ കാണുമ്പോൾ, നമ്മുടെ പ്രവൃത്തി കാണുമ്പോൾ, നമ്മുടെ ഇടപെടൽ കാണുമ്പോൾ, നമ്മുടെ ജീവിതം കാണുമ്പോൾ ആൾക്കാർക്ക് തോന്നുന്നു ഇവൻ എന്തോ വ്യത്യാസം ഉണ്ടല്ലോ. അന്നേരം നമ്മളോട് ചോദിക്കണം, എന്താ നീ ഇങ്ങനെ ആകാൻ? അപ്പൊ പറയണം, ഞാൻ യേശുവിനെ അറിഞ്ഞവനാണ്, യേശുവിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടവനാണ്. മതിയെന്നേ. ഞങ്ങളെ പോലെ 1-2 മണിക്കൂർ ഒന്നും പ്രസംഗിക്കൊന്നും വേണ്ട. സിമ്പിളാ, ജീവിച്ചാൽ മതി. ജീവിതം ഇല്ലാത്ത പ്രസംഗം വർത്തവാ. ആമേൻ. അപ്പൊ കഷ്ടത തകർക്കാനല്ല, വേദന തകർക്കാനല്ല, ഇതുവരെ തുറക്കാത്ത, നിങ്ങൾ ആ അധ്യായങ്ങളൊക്കെ 1 മുതൽ 4 വരെയൊക്കെ ഇങ്ങനെ വായിച്ചു വരുമ്പം നിങ്ങൾക്ക് ഈ വെളിപ്പാട് പുസ്തകം ഇച്ചിരി പ്രശ്നം, ചിലർക്ക് വായിക്കാൻ മടിയുള്ള പുസ്തകമാണ്. ആമേൻ. പണ്ട് ഒരു ഡോക്ടർ പറഞ്ഞ പോലെ ഉറങ്ങാൻ ഒരു വിശ്വാസിയായ ഡോക്ടറെ എടുക്കൽ ഒരു പാസ്റ്റർ ചികിത്സയ്ക്ക് വേണ്ടി ചെന്നു. പുള്ളിക്ക് ഉറക്കമില്ലെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ അവിടുത്തെ മറുപടിയാ, ഞാൻ നല്ലൊരു മരുന്ന് തരാം, വെളിപ്പാട് പുസ്തകം വായിച്ചാൽ മതി, തന്നെ ഉറങ്ങിക്കോളൂ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഉറക്കം വരുത്തുന്ന പുസ്തകം ആ വെളിപ്പാട് പുസ്തകം എന്നൊക്കെ പലരും പറയാറുണ്ടെങ്കിലും ഇതിനകത്ത് ഒത്തിരി ആത്മീയ അർത്ഥങ്ങളുണ്ട്.
നിങ്ങൾ ശ്രദ്ധിച്ചേ, 12 ശിഷ്യന്മാർ. യേശുവിന് എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു? 12 പേര്. അതിനകത്ത് ഒരുവൻ യേശുവിനെ ഒറ്റിക്കൊടുത്തു, അവൻ തൂങ്ങി മരിച്ചു. ബാക്കി 11 പേർ. ഈ 12 പേരിൽ 11 പേർക്കും ലഭിക്കാത്ത സ്വാഭാവിക മരണം കിട്ടിയത് യോഹന്നാനാണ്. നാച്ചുറൽ ഡെത്ത്. ഒന്നുകൂടെ ഞാൻ പറയാം, 12 പേരിൽ 11 പേർക്കും കിട്ടാത്ത സ്വാഭാവിക മരണം കിട്ടിയത് യോഹന്നാനാണ്. പക്ഷെ 11 പേരും അനുഭവിക്കാത്ത കഷ്ടത യോഹന്നാൻ അനുഭവിച്ചു. ആമേൻ. ഒന്നുകൂടെ ഞാൻ പറയാം, 12 പേരിൽ 11 പേർക്കും കിട്ടാത്ത സ്വാഭാവിക മരണം കിട്ടിയപ്പോൾ 12 പേരിൽ 11 പേരും അനുഭവിക്കാത്ത കഷ്ടത യോഹന്നാൻ അനുഭവിച്ചു. പക്ഷെ അതിനൊരു മറുപുറവും കൂടെ ഉണ്ടല്ലോ. 12 പേരിൽ 11 പേർക്കും കിട്ടാത്ത വെളിപ്പാട് യോഹന്നാന് ദൈവം കൈമാറുന്നു. ആമേൻ. അപ്പൊ മറ്റാരും അനുഭവിക്കാത്ത കഷ്ടത, മറ്റാരും അനുഭവിക്കാത്ത വേദന, മറ്റാരും അനുഭവിക്കാത്ത കണ്ണുനീർ ഞാൻ അനുഭവിക്കുന്നുണ്ടെന്ന് ഹൃദയത്തിനകത്തൊരു ചിന്തയുണ്ടെങ്കിൽ ഇന്ന് പകലിൽ ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുന്നത് പോലെ ആമൻ ഹൃദയം തുറന്ന് ആമൻ നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതി വെക്കണം. മറ്റാർക്കും കിട്ടാത്ത ഒരു ശുശ്രൂഷ, മറ്റാർക്കും കിട്ടാത്ത ഒരു ദൈവിക വെളിപ്പാട്, മറ്റാർക്കും കിട്ടാത്ത ഒരു ദൈവിക സമാധാനം, മറ്റാർക്കും ആ പ്രശ്നം വന്നപ്പോ പലരും തകർന്നില്ലേ? പലർക്കും ഹാർട്ട് അറ്റാക്ക് വന്നില്ലേ? പലരും തീർന്നില്ലേ? എന്നിട്ട് നമ്മൾ നിൽക്കുന്നില്ലേ? ഈ പ്രായത്തിൽ പലരും തീർന്നില്ലേ? ആ പ്രശ്നം വന്നപ്പോ പലരും ആത്മഹത്യ ചെയ്തില്ലേ? പലരും ഇല്ലാതായില്ലേ? എന്നിട്ടും ആ രോഗം വന്നപ്പോ പലരും തീർന്നിട്ടും ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നില്ലേ? അപ്പൊ മറ്റാർക്കും വരാത്ത കഷ്ടത എനിക്കും നിങ്ങൾക്കും വന്നതിന്റെ അർത്ഥം മറ്റാരും തകരാത്തതുപോലെ നമ്മൾ തകരുമെന്നാണോ? അല്ല. മറ്റാരും ഉയർത്തെഴുന്നേൽക്കാത്തതുപോലെ നമ്മൾ ഉയർത്തെഴുന്നേൽക്കും. ആമേൻ. മറ്റാരും ജയിക്കാത്തതുപോലെ നമ്മൾ ജയിക്കും. യോഹന്നാനോട് പറഞ്ഞു, കേറി വാ, ഞാൻ നിനക്ക് വേണ്ടി ആമേൻ സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുകയാണ്. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന ദാവീദിന്റെ താക്കോലുള്ളവൻ അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, ആർക്കും അടയ്ക്കാൻ പറ്റില്ല. ആമേൻ. ഹല്ലേലൂയ. യോഹന്നാനോട് ഞാൻ പറഞ്ഞു, ധൈര്യത്തോടെ അവന്റെ ശബ്ദം കേട്ട് മുമ്പോട്ട് പൊക്കോ, കാരണം അവനൊരു കല്ലറ വന്നിരിക്കുന്നേ, അതാർക്കും അടയ്ക്കാൻ പറ്റിയിട്ടില്ല, അത് തുറന്നു തന്നെ ഇരിക്കുകയാണ്. അത് നിനക്കുള്ള ഉറപ്പാണ് യോഹന്നാനെ. ഇത് നിന്നെ തകർക്കുന്ന ഗ്രൗണ്ട് അല്ല, ഇത് നിന്നെ ഉയർപ്പിക്കുന്ന ഗ്രൗണ്ടാണ്, ഇത് നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഗ്രൗണ്ടാണ്. ഇന്ന് പകൽ ആത്മാവിൽ ആ ദൂത് പറഞ്ഞ് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. ഇത് നിന്റെ തകർച്ചയല്ല, ഈ സാഹചര്യം അവസാനമല്ല, ഈ സാഹചര്യം ആമേൻ നിന്റെ അവസാനമല്ല, ഈ രോഗം നിന്റെ അവസാനമല്ല, ഈ പ്രശ്നം നിന്റെ അവസാനമല്ല. ഇതിനകത്ത് നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു മറുവഴി ദൈവം ഒരുക്കിയിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. പണ്ടുള്ളവയെ നീ ഓർക്കേണ്ട, മുൻപുള്ളവയെ നീ നിരൂപിക്കേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് നിനക്ക് വേണ്ടി തുറക്കും, അതിപ്പോൾ ഉത്ഭവിക്കുമെന്ന് പ്രവാചകൻ എഴുതി വെച്ചിരിക്കുന്നത് പോലെ ഇന്ന് ആമേൻ ഈ സമയം ദൈവം നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ഉണ്ടെങ്കിൽ ആമേൻ, ആ ക്രൂശോട് മറ്റ് ശിഷ്യന്മാർ ഓടിപ്പോയപ്പോൾ ആ ക്രൂശിനോട് ചേർന്ന് നിന്ന, ആ ക്രൂശിനടിയിൽ നിന്ന് ഹല്ലേലൂയ യോഹന്നാനെ നോക്കി സ്വർഗം പറഞ്ഞു, യോഹന്നാനെ ആർക്കു വേണ്ടി ഇറങ്ങി വന്നില്ലേലും ഞാൻ നിനക്ക് വേണ്ടി ഇറങ്ങും. കാരണം എല്ലാവരും എന്നെ കൈവിട്ടപ്പോഴും എന്നെ കൈവിടാത്ത നിന്നെ ഞാൻ കൈവിടത്തില്ല. എന്നെ കൈവിടാത്ത, എന്നെ തള്ളിപ്പറയാത്ത, എന്നെ ഉപേക്ഷിക്കാത്ത, പ്രശ്നത്തിന്റെ നടുവിലും യേശുവെ എന്ന് വിളിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പ്രശ്നത്തിന്റെ നടുവിലും രോഗത്തിന്റെ നടുവിലും ഈ യേശുവിനെ മുറുകെ പിടിച്ച് എന്നെ അവൻ സൗഖ്യമാക്കും, എന്നെ അവൻ വിടിവിക്കും. ഇന്നല്ലെങ്കിൽ നാളെ എന്റെ തലമുറയുടെ ബന്ധനം അഴിയും, എന്റെ പ്രശ്നത്തിൽ സ്വർഗം ഇടപെടുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ഒരു നിമിഷം കൂടെ പ്രാർത്ഥിച്ചു. ആമേൻ. ആരും വരാത്തതുപോലെ സ്വർഗം ആ വിഷയത്തിന്റെ മേൽ ഇറങ്ങുകയാണ്. യേശുവിന്റെ നാമത്തിൽ എന്ത് വന്നാലും ക്രിസ്തുവുമായിട്ടുള്ള എന്റെ സ്നേഹത്തെ, പൗലോസ് പറയുന്ന കഷ്ടതയോ നഗ്നതയോ പട്ടിണിയോ ഉപദ്രവമോ ദാരിദ്ര്യമോ എന്ത് വന്നാലും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ആമേൻ മുറിച്ചു കളയാൻ ഒന്നിനും സാധിക്കത്തില്ല. താങ്ക് യു ലോർഡ്. ഒന്നിനും സാധിക്കത്തില്ല. ഇന്ന് പകല് തുറന്ന മനസ്സോടെ ഈ സമയം പറയണം,
ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധം, നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധം എത്ര ഉറപ്പുണ്ടോ അത്രമാത്രമാണ് സ്വർഗത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോകുന്നത്. അത്രമാത്രമാണ് സ്വർഗത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോകുന്നത്. ആമേൻ, ഹല്ലേലൂയ. പത്മോസിന് ശേഷം എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഉണ്ട്, അത് പിന്നീട് എപ്പോഴേലും പറയാം. ആമേൻ, ഡൊമീഷ്യൻ മരിച്ചു, പക്ഷേ ആമേൻ യോഹന്നാൻ ആമേൻ നാട് കടത്തപ്പെട്ട പത്മോസിൽ നിന്ന് തിരികെ വരികയാണ്. ആമേൻ, തീർന്നിട്ടില്ല, അവസാനിച്ചിട്ടില്ല. ആമേൻ, നിന്നെ കഷ്ടതയിലാക്കിയ ശക്തി തകർന്നേക്കാം, പക്ഷേ ആമേൻ നമ്മൾ തകരത്തില്ല. ആമേൻ, നിങ്ങൾ തകരത്തില്ല. ഇന്ന് പകൽ വിശ്വാസത്തോടെ പറ, ഞാൻ സേവിക്കുന്ന ഒരു ദൈവം എന്റെ കൂടെയുണ്ട്, ഞാൻ ആരാധിക്കുന്ന ഒരു ദൈവം. ആമേൻ, ആ ക്രൂശിനോട് ചേർന്നിരുന്ന യോഹന്നാൻ, ആ മാർബോട് ചേർന്നിരുന്ന യോഹന്നാൻ, ഹൃദയ സ്പന്ദനം നന്നായി അറിഞ്ഞ യോഹന്നാൻ. ആമേൻ, സ്വർഗം പറയാ, അങ്ങനെയുള്ളവനെ ഞാൻ കൈവിടത്തില്ല കുഞ്ഞെ, അങ്ങനെയുള്ളവനെ ഞാൻ കൈവിടത്തില്ല. എന്ത് പ്രശ്നം വന്നിട്ടും എന്റെ യേശുവിനെ ഞാൻ വിട്ടുമാറത്തില്ലെന്ന് തീരുമാനിച്ച ആരൊക്കെയോ ഇതിനകത്തിരിപ്പുണ്ട്. ആമേൻ, ഇന്ന് കേൾക്കുന്നവരോ നാളെ കേൾക്കുന്നവരായോ ആരെങ്കിലും ഒക്കെ ഇതിനകത്തിരിപ്പുണ്ട്. എന്ത് പ്രശ്നം വന്നാലും, എന്തൊക്കെ പ്രതിസന്ധി, എത്ര തിരമാല അടിച്ചാലും, എത്ര കഴുകന്മാർ എനിക്കെതിരെ എഴുന്നേറ്റാലും, എത്ര സർപ്പശക്തികൾ എഴുന്നേറ്റാലും, എത്ര തേളുകൾ എഴുന്നേറ്റാലും, എത്ര ആമേൻ പലരും മരിച്ചത് എന്റെ കണ്ണിന്റെ മുമ്പിൽ കണ്ടാലും, എന്റെ യേശുവിനെ വിട്ട് ഞാൻ മാറത്തില്ല, എന്റെ ദൈവത്തെ വിട്ട് ഞാൻ മാറത്തില്ല. അവന്റെ പാദത്തിങ്കൽ, അവന്റെ കാൽച്ചുവട്ടിൽ ആ മുറിവേറ്റ കരത്തിന്റെ സ്പർശനത്തിന് വേണ്ടി കാത്തിരിക്കുന്നവനാണ് ഞാനെന്ന് ഹൃദയം തുറന്ന് പറയുന്ന ആരെങ്കിലും ഇന്ന് പകൽ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ, ഈ സമയം ഇരിപ്പുണ്ടെങ്കിൽ, ഒരു നിമിഷം കണ്ണടച്ചൊന്ന് പറഞ്ഞേ, എന്റെ യേശുവിന്റെ സ്നേഹത്തെ വിട്ട് വേറെ ഒന്നും എനിക്ക് വേണ്ട, വേറെ ഒന്നും വേണ്ട, ഈ ഭൂമിയിലുള്ള ഒന്നും എനിക്ക് വേണ്ട. മണ്ണെ പ്രതി മാണിക്യം വെടിയത്തില്ല. ആമേൻ, അത് പാടിയ പോലെ ഹൃദയം തുറന്ന് പറയണം, മണ്ണെ പ്രതി ആമേൻ, ഈ മാണിക്യം ഈ മണ്ണിനകത്തുള്ളതിനെ വിട്ട് ആമേൻ നേടാൻ വേണ്ടിയിട്ട്, ഈ മാണിക്യത്തെ നഷ്ടപ്പെടുത്താൻ, ഈ നന്മയെ, ഈ അനുഗ്രഹത്തെ, എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യതയെ നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല എന്ന് ഹൃദയം കൊണ്ട് പറയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, ഇന്ന് രാവിലെ കണ്ണുകൾ അടച്ച്, ഇന്ന് വൈകുന്നേര സമയം കണ്ണുകൾ അടച്ച് ഹൃദയം തുറന്നൊന്ന് ദൈവത്തിന്റെ സ്നേഹത്തെ ആഴത്തിലൊന്ന് ആമേൻ ദർശിച്ചുകൊണ്ട് പറഞ്ഞ്, ഈ സ്നേഹം വിട്ട് ഞാൻ മാറത്തില്ല. ഈ സ്നേഹം എന്ത് പ്രശ്നം വരട്ടെ, ഏത് പ്രതിസന്ധി വരട്ടെ, ഒറ്റപ്പെടട്ടെ, തള്ളപ്പെടട്ടെ, നാടുകടത്തപ്പെടട്ടെ, ആമേൻ കഷ്ടതയുടെ ആഴങ്ങൾ വരട്ടെ, രോഗങ്ങൾ വരട്ടെ, ആമേൻ ഓട്ടിൻ കഷ്ണം എടുത്ത് തന്റെ വ്രണങ്ങൾ ചൊറിയുന്ന ആമേൻ ഹല്ലേലൂയ ഇയ്യോബ് പറയാണ്, എഴുതാൻ പറ്റുമെങ്കിൽ എഴുതിക്കോ, കൊത്തിവെക്കാൻ പറ്റുമെങ്കിൽ കൊത്തിവെച്ചോ, മൈ റെഡീമർ ലീവ്സ്, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു, അന്യനല്ല, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ കാണും. എന്നെ വിശ്വാസമാണ്, അവന് വേണ്ടി സ്വർഗം ഇറങ്ങി വന്നില്ല, പിന്നെ ആർക്ക് വേണ്ടി ഇറങ്ങി വരുന്നേ? 41 അധ്യായം കൊണ്ട് തീർന്നിരുന്നെങ്കിൽ ഇയ്യോബ് ഒരു തകർച്ചയുടെ ആമേൻ ആ അധ്യായമായി ഒരു വ്യക്തിയായി കണ്ടെന്നെ. പക്ഷെ ഇയ്യോബിനോട് സ്വർഗം പറഞ്ഞു, 42-ാമത്തെ ഒരു അധ്യായമുണ്ട്. ആമേൻ, അറിവ് കൂടാത്ത ആലോചനകൾ കൊണ്ട് ആമേൻ വാക്കുകളെ ആമേൻ ആലോചനകളെ ഇരുളാക്കുന്നവൻ ആരെന്നുള്ള ചോദ്യം മനസ്സിലാകാതെ വന്നപ്പോൾ ഇയ്യോബ് പറയാ, നീ എനിക്ക് മനസ്സിലായി, നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു എന്ന് തുറന്നു പറഞ്ഞ സമയത്ത് സ്വർഗം പറയാ, ദേ നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ മടക്കി തരാൻ പോവാ. ഇരട്ടിയായി ഇരട്ടിയായി ഇരട്ടിയായി. ആമേൻ. ഡെസ്റ്റിനി തീരുമാനിക്കുന്നത് വ്യക്തികളല്ല, പൈശാചിക ശക്തികളല്ല, ഏതെങ്കിലും ആമേൻ സംഘടനകളല്ല. ഇന്ന് പകല് പറ, എന്റെ ഡെസ്റ്റിനി തീരുമാനിക്കുന്ന ഒരു ദൈവം എന്റെ കൂടെ ഉണ്ട്. ഞാൻ എവിടെ എത്തണം, ഞാൻ എവിടെ ആകണം, എന്താകണം? കമോൺ, പ്രാർത്ഥിക്കുക. റൂം ബ്രദറൊക്കെ പ്രാർത്ഥിച്ച് ആമേൻ ഹല്ലേലൂയ. പ്രായത്തിന് ഭേദിക്കാൻ കഴിയാത്ത ഒരു ആത്മവിശ്വാസം നിങ്ങളുടെ അകത്തോട്ട് വ്യാപരിക്കട്ടെ. പ്രായത്തിന് തകർക്കാൻ കഴിയാത്ത ഒരു ദൈവിക വിശ്വാസം, ദൈവിക ധൈര്യം, സാഹചര്യങ്ങൾക്ക് തകർക്കാൻ കഴിയാത്തൊരു ദൈവിക ധൈര്യം, സാഹചര്യങ്ങൾക്ക് തകർക്കാൻ കഴിയാത്തൊരു ദൈവിക വിശ്വാസം ഇന്ന് പകലെ നിങ്ങളുടെ അകത്തോട്ട് ഈ വൈകുന്നേര സമയം ഒന്ന് വ്യാപരിക്കട്ടെ. അതിനകത്താണ് നിങ്ങളുടെ ഡെസ്റ്റിനി തുറക്കപ്പെടുന്നത്, അതിനകത്താണ് നിങ്ങളുടെ ഡോറുകൾ ഓപ്പൺ ആകുന്നത്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കൂ. 2 മിനിറ്റ് സമയം പോയെന്ന് എനിക്കറിയാം. 2 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച്, 2 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച്. നിങ്ങളും ദൈവവും തമ്മിലുള്ള ബന്ധമാണ്. ഇന്ന് സാധാരണ എല്ലാ സൂം മീറ്റിങ്ങുകളും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. എഡിസൺ പ്രയർ ഫെലോഷിപ്പ് എല്ലാ ആഴ്ചയിലും അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ, എത്രയോ ദൈവദാസന്മാർ, എത്രയോ ദൈവമക്കൾ
ദൈവവചനം എത്രയോ പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഐ നോ, എനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാ ആമേൻ ദൈവദാസന്മാരും വന്ന് വചനം പറയുന്നു. പക്ഷേ എല്ലാ ആഴ്ചയിലും കേട്ട് തീരുന്നത് പോലെ തീരരുത്. ഒരു മീറ്റിങ്ങും എന്തെങ്കിലുമൊക്കെ തുറക്കപ്പെടണം. ഇന്ന് പകലിൽ പറ, കർത്താവേ, നിന്നെ വിട്ട് ഞാൻ എങ്ങും പോകത്തില്ല. ഈ എന്ത് പ്രശ്നം വന്നാലും നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. നിന്റെ ശബ്ദത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. നിന്റെ വാക്കിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. അവിടെ സ്വർഗം പറഞ്ഞൊരു വേർഡാണ്, കയറി വാ, കയറി വാ. ഈ പ്രശ്നത്തിൽ നിന്ന് ഞാൻ നിന്നെ പുറത്തെടുക്കാൻ പോകുകയാണ്. ഇന്ന് പകലിൽ യേശുവിന്റെ നാമത്തിൽ ഈ സമയം ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. കണ്ണുകൾ അടഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്, നീ തീരുമെന്ന് പറഞ്ഞെടുത്തുന്ന ദൈവം നിന്നെ ഉയർത്തുകയാണ്. നീ അവസാനിച്ചെന്ന് പറഞ്ഞെടുത്ത് ദൈവം നിന്നെ കരം പിടിച്ച് കയറ്റുകയാണ്. നിന്റെ തലമുറ തീർന്നെന്ന് പറഞ്ഞെടുത്ത് ദൈവം കരം പിടിച്ച് കയറ്റുകയാണ്. ഇതുവരെ തുറക്കാത്ത വാതിൽ, ഇതുവരെ തുറക്കാത്ത വാതിൽ, ഇതുവരെ തുറക്കാത്ത വാതിൽ സ്വർഗം ഇപ്പോൾ നിനക്ക് വേണ്ടി തുറക്കുകയാണ്. താങ്ക് യു ലോർഡ്. കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചേ. കഥാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്ത് വരികയാണ്. കഥാവേ, പല ശിഷ്യന്മാരും മാറിപ്പോയപ്പോഴും മാറാതെ അങ്ങയുടെ ആ മാർവിന്റെ ആമേൻ ചൂടനുഭവിച്ച, ആ മാർവിന്റെ ഹൃദയസ്പന്ദനത്തെ ആമേൻ തിരിച്ചറിഞ്ഞ, അങ്ങയുടെ ക്രൂശിന്റെ ചുവട്ടിൽ ആമേൻ അങ്ങേ വിട്ടുമാറാതെ കാത്തിരുന്ന ആ യോഹന്നാനു വേണ്ടി ആരും ഇറങ്ങി വരാത്ത സാഹചര്യത്തിൽ അങ്ങിറങ്ങി വന്നെങ്കിൽ ഇന്ന് പകലിൽ ഞങ്ങളുടെ തകർച്ചയെന്ന് ഞങ്ങൾ ചിന്തിക്കുന്ന സാഹചര്യത്തിൽ, ആരും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങാത്ത സമയത്ത്, ആരും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ദൈവത്തെ അറിയാത്ത സമയത്ത് ഈ ദൈവം മതി എന്ന് പറഞ്ഞ് അങ്ങയ്ക്ക് വേണ്ടി ഇറങ്ങിയ കർത്താവെ, ഈ ജനത്തെ അങ്ങയുടെ തൃക്കരത്തിലോട്ട് തരികയാണ്. കർത്താവെ, ആർക്കും തുറക്കാത്തൊരു വാതിൽ ഇന്ന് ഈ സമയം നിന്റെ മക്കൾക്ക് വേണ്ടി തുറക്കാൻ പോകുന്നതിനായി സ്തോത്രം. മനുഷ്യൻ വാതിലുകൾ അടയ്ക്കുമ്പോൾ ഞങ്ങളുടെ ദൈവം ആർക്കും അടയ്ക്കാൻ കഴിയാതെ വണ്ണം തുറക്കുന്നവനാണ്. ആമേൻ. അങ്ങയുടെ കരത്തിൽ ആ ദാവീദിന്റെ താക്കോലുണ്ടല്ലോ. ഇന്ന് പകലും ഞങ്ങൾ ഈ ജനത്തിന് വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മേൽ പിശാച് വെച്ചിരിക്കുന്ന ആമേൻ സകല ക്ലോസ്ഡ് ഡോറുകളെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തുറന്നു വിടുകയാണ്. അവരുടെ രോഗസൗഖ്യം ഞാൻ തുറന്നു വിടുകയാണ്. അവരുടെ നന്മ തുറന്നു വിടുകയാണ്. അവരുടെ അനുഗ്രഹം തുറന്നു വിടുകയാണ്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ചില വാതിലുകൾ തുറക്കട്ടെ. ആ രോഗശാന്തിയുടെ വാതിൽ തുറക്കട്ടെ. ആ വിടുതലിന്റെ വാതിൽ തുറക്കട്ടെ. ആ സമാധാനത്തിന്റെ വാതിൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തുറന്നു വരട്ടെ. എഫദ, തുറന്നു വരിക, തുറന്നു വരിക. ദൈവത്തിന്റെ കരം അവരുടെ കൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ നാമം ചൊല്ലി ഹൃദയം തുറന്ന് ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. ദൈവിക സമാധാനം കൊണ്ട് അവരെ നിറയ്ക്കും. ഇതുവരെ കാണാത്ത വിടുതലുകൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ അവരുടെ കണ്ണുകൊണ്ട് അവർ കാണട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഹൃദയം തുറന്ന് അനുഗ്രഹിക്കുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, 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 ആമേൻ. ഒന്ന് മാത്രം മറക്കരുത്, ആമേൻ, ദൈവസ്നേഹത്തിൽ ഊന്നി കർത്താവിന് വേണ്ടി നിലനിൽപ്പാൻ, കർത്താവിനെ ആശ്രയിച്ച് മുമ്പോട്ട് പോകാൻ ദൈവസന്നിധി തീരുമാനമെടുക്കുക. എന്ത് പ്രശ്നം വന്നാലും, എന്ത് പ്രശ്നം വന്നാലും എൻ്റെ യേശുവിനെ വിട്ട് ഞാൻ മാറത്തില്ല. ആ ഉറച്ച തീരുമാനത്തോടെ മുമ്പോട്ട് പോകാം. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബി വിത്ത് യു. ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. താങ്ക് യു, താങ്ക് യു സിജി പാസ്റ്റർ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമ്മൾ കേട്ട സന്ദേശം എങ്ങനെയാണ്? അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച ആ ശബ്ദം, ആദ്യത്തെ ശബ്ദം, ഇവിടെ കയറി വരിക. അതെ, മേലിൽ സംഭവിപ്പാനുള്ളത് ഞാൻ കാണിച്ചു തരാം. 3 കാര്യങ്ങളാണ് യോഹന്നാനോട് ദൈവാത്മാവ് ഇടപെടുന്നത്. ഇന്ന് രാത്രി നമ്മൾ കേട്ടത്, ഇത് അവസാനത്തിൻ്റെ നാളുകളല്ല. മെഡിറ്ററേനിയൻ സമുദ്രത്തിനകത്തുള്ള ആ കൊച്ചു ദ്വീപിനകത്ത് യോഹന്നാൻ കിടക്കുമ്പോൾ ഡൊമീഷ്യനും കൂട്ടരും പറഞ്ഞു, ആ വാതിൽ നോക്കിയേച്ച് പറഞ്ഞു, ഇത് നിന്റെ ജീവിതത്തിലെ അവസാനത്തെ വാതില. ഇനി ഒരു വാതിൽ നിനക്ക് മുമ്പിൽ തുറക്കുകയല്ല. 6 കുതിരകളെ പൂട്ടി ഒരുമിച്ച് ചേർത്ത് വലിച്ചടയ്ക്കുന്ന, തുറക്കുന്ന ആ ഗേറ്റിനരികിൽ കൊണ്ട് നിർത്തിയേച്ച് പറയുക, വേണമെങ്കിൽ ഒരു നോക്കിക്കോ, ഇനി ജീവിതത്തിൽ ഒരു വാതിൽ തുറക്കുകയല്ല, ഇത് എന്നേക്കുമായി അടയാൻ പോകുക. എല്ലാം അടഞ്ഞു എന്ന് കരുതുമ്പോഴാണ് യോഹന്നാൻ നോക്കുമ്പോൾ കാണുന്നത് ഒരു വാതിൽ സ്വർഗത്തിൽ തുറക്കുന്നത്. ഇവിടെ ഏത് വാതിൽ അടഞ്ഞാലും നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ദൈവം ചിലത് തുറന്നിരിക്കും. അതാണ് ഇന്ന് നമ്മൾ കേട്ടത്. അത് കഴിഞ്ഞ പറഞ്ഞ വാചകം ഇങ്ങനെയാണ്, ഇവിടെ കയറി വരിക. ഒരിക്കലും ഇനി കയറി വരാൻ പറ്റുകയില്ലെന്ന് വിധി എഴുതിയ സ്ഥലത്ത്
ദൈവം പറയുന്നു, ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരും, ഞാൻ നിന്നെ കൈപിടിച്ച് നടത്തും. അവസാനത്തെ ദൂതിങ്ങനെയാണ്, സംഭവിപ്പാനുള്ള ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഒരുപക്ഷെ ഞാൻ കരുതുന്നു യോഹന്നാന് കുടുംബമുണ്ടായിരിക്കാം, കുഞ്ഞുങ്ങളുണ്ടായിരിക്കാം. ഡൊമീഷൻ കൊണ്ട് നിർത്തിയേച്ച് പറഞ്ഞു, വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോ, ഇനി ഇതുങ്ങളെ കാണാൻ പറ്റുകയില്ല. കാരണം നീ ഇനി ആ പത്മോസിന്റെ അകത്തേക്ക് പോകുകയാണ്, ഇനി ആരെയും കാണാൻ പറ്റുകയില്ല, എല്ലാം അസ്തമിച്ചു, എല്ലാം അവസാനിച്ചു. ഇത് പറയുമ്പോഴാണ് സ്വർഗം പറയുന്നത്, ഇല്ല, ഞാൻ ചിലത് കാണിച്ചു തരാം. പരിശുദ്ധാത്മാവ് ഈ ദൂതിനോട് ചേർത്ത് ഇന്ന് രാത്രി നിങ്ങളോട് പറയുന്നു, ചിലത് നിങ്ങൾ കാണാൻ പോകുക. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇത് എൻ്റെ അവസാനത്തിൻ്റെ നാളുകളല്ല. ദൈവം ചിലത് എനിക്ക് കാണിച്ചു തരും. ദൈവം ചില നന്മകൾ എനിക്ക് കാണിച്ചു തരും. എവിടെ ഞാൻ തീർന്നു എന്ന് വിധി എഴുതിയോ അവിടെ ദൈവം എനിക്ക് വേണ്ടി ചിലത് തുറക്കും. ദൂതുകൾ ഏറ്റെടുക്കുക. ഞാനൊരു പ്രസംഗത്തിലേക്ക് വരുന്നില്ല. കേട്ട ദൈവശബ്ദം, ഇത് അവസാനത്തിൻ്റെ നാളുകളല്ല. ആരോ പറയുന്നു തീർന്നു, അവസാനിച്ചു, ഇനി അടുത്തൊരു സ്റ്റെപ്പില്ലല്ലോ. ഞാൻ നാളുകളായി തലമുറയുടെ വിഷയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുടുംബത്തിൻ്റെ വിഷയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഇതോടുകൂടെ അവസാനിച്ചു. ഇല്ല, ദൈവം പറഞ്ഞ് ചിലത് കാണാൻ പോകുക. ആമേൻ. ഏറ്റെടുത്ത് ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചേ. ചിലത് കാണാൻ പോകുക. ഇനി കാണുകയില്ലെന്ന് വിധി എഴുതിയത് നമ്മൾ ഒരുമിച്ച് കാണും. ആത്മാവിൽ പറഞ്ഞേ, ഈ ദൂത് എന്നെ ബലപ്പെടുത്തുന്ന സന്ദേശമാണ്. ആമേൻ. എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടത്, കാണിപ്പിക്കത്തില്ലെന്ന് വിധി എഴുതിയവരുടെ നടുവിൽ ചിലത് ദൈവം എനിക്ക് കാണിച്ചു തരും. നിന്ദിച്ചവർ കാണുക, ഒറ്റപ്പെടുത്തിയവർ കാണുക, ഒതുക്കി നിർത്തിയവർ കാണുക, അപമാനിച്ചവർ കാണുക, അപവാദം പറഞ്ഞവർ കാണുക. ഒരുമിച്ച് പ്രാർത്ഥിച്ചേ, എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി നന്ദിയോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനത്തിൻ്റെ വെളിപ്പാടുകൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് നൽകിയതിനായി സ്തോത്രം. ഞങ്ങൾ അവസാനിച്ചു. ഇനി അടുത്തൊരു സ്റ്റെപ്പ് വെക്കാൻ കഴിയത്തില്ല, ഇതോടുകൂടെ സകലതും തീർന്നു എന്ന് വിധി എഴുതിയ സ്ഥാനത്ത് ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചില തുടക്കങ്ങൾ ഇടുന്ന, ഞങ്ങൾ ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നാൽ, ഞങ്ങളൊരു ദൈവഭക്തയായി മാറിയാൽ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചിലത് തുറക്കുമെന്ന്, ചിലത് ഞങ്ങൾക്ക് കാണിപ്പിച്ചു തരുമെന്ന്. ഇന്ന് രാവിലെ, ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച ദൈവശബ്ദത്തിനായി സ്തോത്രം ചെയ്യുകയാ. ഇനി ഒരിക്കലും കയറി വരാൻ പറ്റുകയില്ലെന്ന് വിധി എഴുതിയ സ്ഥാനത്ത് നിന്ന് കർത്താവേ, ഞങ്ങളെ ദൈവം കൈപിടിച്ച് ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളെ ചെങ്കടലിനകത്ത് ആമേൻ പിളർന്ന് വഴി നടത്തിയ ദൈവം ഞങ്ങളെ നടത്തുന്ന നല്ല കൃപകൾക്കായി സ്തോത്രം. ഈ സന്ദേശം കേട്ട എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇതിന് നേതൃപദവി അലങ്കരിക്കുന്ന ഞങ്ങളുടെ പ്രിയ തോമസ് മത്തായങ്കിൽ, ലിൻഡ ആൻഡി, അവർ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിനകത്ത് ചില വിടുതലുകൾ കാണട്ടെ. അവരിലൂടെ ഈ മിനിസ്ട്രിയിൽ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന മുഴുവൻ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇത് ഞങ്ങളുടെ അവസാനത്തിൻ്റെ നാളുകളല്ല. യെശയ്യാ പ്രവചനത്തിൽ ഞങ്ങൾ വായിക്കുന്നുണ്ട്, അവൻ പണ്ടുള്ളവയെ ഓർക്കേണ്ട, മുൻപുള്ളവയും നിരൂപിക്കേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഈ സൂം തീരുന്നതിന് മുൻപ് തന്നെ, ഞങ്ങൾ ലീവ് ആകുന്നതിന് മുൻപ് തന്നെ, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. അത് ഇപ്പോൾ ഉത്ഭവിച്ചു വരും. ഇപ്പോൾ അത് സംഭവിച്ചു തുടങ്ങട്ടെ. ഞങ്ങൾ ഒരുമിച്ച് ആമേൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതങ്ങനെ തന്നെ സംഭവിക്കുന്നതിനായി സ്തോത്രം. ശിർഹുഴിപ്പാന്തിന്റെ ദാസനെ ബലപ്പെടുത്തിയല്ലോ, അവിടുത്തെ അധികാരത്തോടെ നിർത്തിയല്ലോ. കർത്തൃകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഗാനങ്ങൾ ആലപിപ്പാൻ നിന്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തിയല്ലോ. അവരെയും പിന്നെയും സഹായിക്കണമേ. പ്രാർത്ഥിപ്പാൻ നിന്റെ ദാസനെ അവിടുന്ന് ശക്തീകരിച്ചു. ലീഡ് ചെയ്യുവാൻ നിന്റെ ദാസനെ ബലപ്പെടുത്തി. എല്ലാ പ്രിയപ്പെട്ടവരെ, എസ്പെഷ്യലി ഈ സൂം കാമേൻ അതിന് കോർഡിനേറ്റ് ചെയ്യുക, കർത്താവരെ കൺട്രോൾ ചെയ്യുക, നിന്റെ കുഞ്ഞുങ്ങളെ സഹായിച്ചല്ലോ. എല്ലാറ്റിനും ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ സമർപ്പിച്ച നിന്റെ മക്കളെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്ന് അനുഗ്രഹിച്ച് ആശീർവദിച്ച കൃപകൾക്കായി സ്തോത്രം. എല്ലാം മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവിന്റെ ചിതാവാകുന്ന യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം
ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസം കൂട്ടായ്മ കാവൽ നാം ഇവരുടെ ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്ന് രാത്രി ഐശ്വര്യമായി ദൈവജന ശീലൂർജ കർത്തൃദാസിനോടും ഗാനങ്ങൾ ആലപിച്ച പ്രിയപ്പെട്ടവരും സന്നിഹിതരായ മുഴുവൻ ദൈവമക്കളോടും മീഡിയയിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോടും ഭൂമിയിലെമ്പാടും ചിതറിപ്പാർക്കുന്ന വിശുദ്ധ ഗണത്തോടും ഇന്ന് മുതൽ നീക്കും കാലാവസാനത്തോളം ഇരിക്കുമാറാകട്ടെ. അമ്മേൻ അമ്മേൻ അമ്മേൻ. ഇത്രത്തോളം ജയം നൽകിയ ദൈവത്തിന് നമ്മുടെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. താങ്ക് യു ജോയ് പാസ്റ്ററെ, സിജി പാസ്റ്ററെ, താങ്ക് യു. കടന്നു വന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. അടുത്ത ആഴ്ചയിലും മീറ്റിംഗ് ഉണ്ടായിരിക്കും. കടന്നു വരിക, തമ്മിൽ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.